அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. இரும்பு கதவே தானாகவே திறக்க போகுது. தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுது. கேள்விப்படாத ஐஸ்வர்யங்கள், கேள்விப்படாத ஐஸ்வர்யங்கள் உன் கதவை தட்ட போகுது. உன் களஞ்சியங்கள் நிரம்ப போகுது. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. Super natural ஆண்டு இது, சூப்பர் சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. അടുത്തായിട്ട് നമ്മുടെ ജോയൽ പനും അവരുടെ ടീമിന്റെ കൊറിയോഗ്രാഫിയാണ്. ജോയൽ ഞാൻ ജോയൽ എന്ന് പറയുമ്പോൾ ജോയലാണോ കളിക്കുന്നത്? ജോയലിനെ കാണുന്നില്ലല്ലോ. My life be like, yeah. My life be like, yeah. My life be like,
them. Monster nigga in this high octane. This roast about rockin'. Rolling down the hills just like a hassle. Encircled by my body like a moat around the castle. Stay afloat, catch a second wind, stand into air I breathe. Teary-eyed nose running, wipe the snot on my sleeve. I'm falling on the stage to be all that I need. Please forgive me, my behavior had me lost in like speed. ഈ പാട്ടാന്ന് അറിയില്ലെങ്കിൽ ഇതിന്റെ മെയിൻ താരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഈ പാട്ടാണ്. നമ്മുടെ 31st നിങ്ങൾ കണ്ടായിരുന്നോ? അത് ഒരു ഫോൺ കൊടുക്കാൻ പറ്റുമോ? ആ സ്വതന്ത്രം സാക്ഷ്യത്തിന്റെ ഒരു ഭാഗം തന്നെ അമ്മ എന്തോ എല്ലാവരും കാര്യം പിടിച്ചു. നിങ്ങൾ 31st സ്വതന്ത്രം കോട്ടയത്തെ നമ്മുടെ മീറ്റിങ്ങിന് അന്ന് ഡാൻസ് നമ്മുടെ എൽക്കാനൊക്കെ ലീഡ് ചെയ്തേ. അതിന്റെ ജെറിയും തോമസുമായിരുന്നു അതിന്റെ ഡാൻസ് ചെയ്തത്. അതുപോലെ തോമസിന്റെ സിസ്റ്റർ അമ്മു, അതുപോലെ തന്നെ സ്വതത്തെ അമ്മു ഡാൻസ് ചെയ്ത. അമ്മു ഡാൻസ് ചെയ്തതിലും കുഴപ്പമില്ല. എഴുന്നേറ്റ് മിട്ടു റിലേറ്റീവാണ്. നിങ്ങളോട് എഴുന്നേറ്റ് നന്നായി. സ്വത്ത് എല്ലാവരും കാര്യം പഠിച്ച ഈ കുടുംബത്തിനായിട്ട് അതെ നമ്മുടെ യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. തോമസിന്റെ ഒരു സാക്ഷ്യമുണ്ട്, അത് പറഞ്ഞിട്ടൊരു ചെറിയ സ്റ്റെപ്പ് കൂടെ കാണിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ കോട്ടയത്താണ് ഇദ്ദേഹത്തിന്റെ വീട്, ഭേദഗിരിയിൽ. വളരെ ഒരു ജ്ഞാനായ ക്രിസ്ത്യ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. വളരെ ഉന്നതമായ ഒരു കുടുംബമായിരുന്നു. അപ്പൊ ഈ കുടുംബത്തിൽ ഇവർ വിശ്വാസി വന്നു. മാത്രമല്ല ഈ മോന് 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിന് ഡാൻസ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇവരുടെ ഈ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തും. അവരുടെ ഡാൻസ് പ്രോഗ്രാമിലൊന്നും അടുപ്പിക്കത്തില്ല. പക്ഷെ ഇദ്ദേഹം കർത്താവിൽ വിശ്വസിച്ചു, യേശുവിനോട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും അദ്ദേഹത്തിന് 9ലും 10ലും ഇദ്ദേഹത്തിന്റെ സ്കൂളിൽ ഡാൻസിന്റെ ടോപ്പറാക്കി കർത്താവ് മാറ്റി. മാത്രമല്ല അങ്കിളാണോ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത്, ആ അങ്കിള് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അങ്കിളിന്റെ മോന്റെ വിവാഹത്തിന് സിംഗിളായിട്ട് നിന്റെ ഡാൻസ് വേണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടും തീർന്നില്ല. കർത്താവ് അമേരിക്ക കൊണ്ടുപോയി. നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോൾ വൈറ്റ്സും ബ്ലാക്സും, വെള്ളക്കാരും കറുത്തവർഗക്കാരും കൂടെയുള്ള 60 സ്റ്റുഡൻസ് ഇദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ ഉണ്ട്. സ്തോത്രം. ഡാൻസ് പഠിപ്പിക്കുക. എവിടെ മാറ്റി നിർത്തിയോ അവിടെ തന്നെ കർത്താവ് മാനിച്ചു. ഇന്ന് കേട്ട പാട്ട് പോലെ നിന്നിച്ചിടത്തു ഞാൻ ഹല്ലേലൂയ. മാത്രമല്ല ഒരു ബാൻഡിന്റെ പേര് പറഞ്ഞു. ഏതായിരുന്നു? TWS എന്ന് പറഞ്ഞ ഒരു ബാൻഡ്. അവര് ഓഡിഷൻ കൂടാതെ ആരും എടുക്കത്തില്ല. മാത്രമല്ല ഇന്ത്യൻസ് ആരും അതിനകത്ത് കയറിയിട്ടുമില്ല. എന്നാൽ അതിന്റെ പ്രസിഡന്റ് തോമസിന്റെ പെർഫോമൻസ് കണ്ടു. നിനക്ക് ഓഡിഷൻ ഒന്നും വേണ്ട, നിന്നെ ട്രൂപ്പിലോട്ട് കയറ്റിയാണ്. അവിടെ മാനിച്ചു. ആ സാക്ഷ്യമൊക്കെ കേൾക്കും. പക്ഷെ അതിനു മുമ്പ് ഹല്ലേലൂയ ആ പാട്ട് ഒന്നുകൂടെ ഇടണം. റെഡിയാണോ?
ഡാൻസ് ഒരു 1.5 ദിവസം കൊണ്ടാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ 31st കയറിയതോടുകൂടി ചെറുതായിട്ട് മറന്നു പോയിട്ടുണ്ട്. ഇവർ ഞാൻ 2 സ്റ്റെപ്പ് കാണിക്കാം. പാട്ട് വെറുതെ ഇടണ്ട. ഞാൻ എൻ്റെ 2 ഫേവറേറ്റ് സ്റ്റെപ്പ് ഞാൻ കാണിക്കാം. മ്യൂസിക് വേണ്ട വേണ്ട. സോ വിനോദ ചേച്ചൻ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. അവള് വരുമെന്ന് എനിക്കറിയത്തില്ല. ഇല്ലില്ല, അറിയത്തില്ല. സോ വിനോദ ചേച്ചൻ പറഞ്ഞ പോലെ നമ്മൾ ഫെയ്ത്തിൽ വന്നു. 98, 99 അമ്മ അപ്പായും എല്ലാവരും ഫെയ്ത്ത് വന്നു. അന്നേരം അന്ന് മുതൽ നമ്മൾ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കർത്താവുമായിട്ടൊരു വലിയൊരു എൻകൗണ്ടർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് വിനോദ ചേച്ചൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു ഡാൻസിൻ്റെ. എൻ്റെ കർത്താവ് എന്നെ ബെസ്റ്റാക്കി തീർത്തു. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് വിനോദ ചേച്ചൻ പറഞ്ഞ പോലെ 2 സ്റ്റെപ്പ് ചെയ്യാം. വലിയ സംഭവം ഞാൻ എല്ലായിടത്തും ചെയ്യുന്ന ഒറ്റ സ്റ്റെപ്പാണിത്. ബട്ട് ഈസിയസ്റ്റ് വൺ ഇസ് കോൾ വേവ്. മൈക്ക് മാറ്റണ്ട മാറി, കുഴപ്പമില്ല. ഹൗസ് യു? താങ്ക് യു. ഇന്ന് ഈ യൂത്ത് മീറ്റിങ്ങിന് ഞാൻ തോമസിനെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്ത് അവർ വന്നിരിക്കുന്നത്. കാരണം ഇവരുടെ സാക്ഷ്യം എനിക്ക് ഈ കുടുംബത്തെ ഞങ്ങൾക്ക് കുഞ്ഞുനാൾ മുതൽ അറിയാം. ഇവരുടെ വീട്ടിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബുധനാഴ്ചകളിൽ ഞങ്ങളവിടെ മീറ്റിങ്ങിന് പോവുകയും എനിക്കൊന്ന് ഒരു 4-5 വയസ്സുള്ള സമയത്ത് തൊട്ട് ഇവർ കർത്താവിൽ ഈ ഒരു ഉണർവിലാണ്. +1 പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം US പോകുന്നത്. അമ്മ 9ാം ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം അത് ഒരു വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനൂടെയാണ്. ഇവിടെ യൂത്തിനാണ് ഇത് ഏറ്റവും പിടികിട്ടുന്നത്. ഹല്ലേലൂയ. ഏതവസ്ഥയിലാണ് കർത്താവ് ഇവരെ മാനിച്ചത്. താൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് തോമസ് പിതാവ് ചാക്കോ അങ്കിളിന് അദ്ദേഹം ഒരു പെട്ടിവണ്ടി ഓടിക്കുന്ന ആളാണ്. എനിക്കറിയില്ല, പെട്ടിവണ്ടി, ആപ്പയ വണ്ടി, അങ്ങനത്തെ സാഹചര്യമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കർത്താവരുടെ ജീവിതത്തിൽ ചെയ്ത് ഞാനിപ്പോൾ പറയുന്നില്ല, സർപ്രൈസ് ആണ്. അത് തോമാസിൽ തന്നെ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ നിൽക്കാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളും ഇവിടെ നിൽക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണെന്നറിയോ, ഏറ്റവും ബെസ്റ്റ് തിങ് വിനോദ ചേച്ചൻ പറഞ്ഞ പോലെ എൻ്റെ സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ്. ഞാൻ കുറച്ച് മുമ്പ് GPS നോക്കി, ഇവിടുന്ന് 8 മൈൽസേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആയാങ്കുടി കേട്ടിട്ടുണ്ടോ? ആയാങ്കുടി ഇവിടെ തൊട്ടടുത്താണ്. ബ്രദർ ആയാങ്കുടി എന്നാണ് വന്നെന്ന് തോന്നുന്നു. ഞാൻ ആയാങ്കുടി സെന്റ് തെരേസിലാണ് പഠിച്ചത്. സോ വിനോദ ചേച്ചൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെ എവിടെയാണോ താഴ്ത്തിയത്, എവിടെയാണോ മാറ്റി നിർത്തിയത്, അവിടെ എൻ്റെ കർത്താവ് നമ്മളെ മാനിക്കും. ഹല്ലേലൂയ. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇന്നിപ്പോൾ ബെൻ ബ്രദർ പറഞ്ഞ
ബ്രദർ നമ്മളോട് ബ്ലെസ്സിങ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ എക്സാം അതിന്റെ സാക്ഷ്യം ഞാൻ ബ്രദർ പറഞ്ഞ എല്ലാ ബ്ലെസ്സിങ്സും എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, ഒത്തിരി ഉണ്ട്. എന്നാലും ഞാൻ ചുരുക്കി പറയാം. കർത്താവ് എൻ്റെ ടാലന്റ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്. ചിലർക്ക് ഗിത്താർ വായിക്കാനായിട്ട് താല്പര്യം കാണും, കീബോർഡ് താല്പര്യം കാണും, ഇത് താല്പര്യം കാണും. പക്ഷെ നമുക്ക് അറിയത്തില്ലായിരിക്കും. എൻ്റെ കർത്താവിലേക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തരും. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കഴിവിൽ പോകാതെ ഉണ്ടല്ലോ, കർത്താവിൻ്റെ കഴിവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പോസിറ്റീവ് ഗുണം എന്താണെന്നറിയോ? കർത്താവ് എല്ലാം അങ്ങ് ടേക്ക് കെയർ ചെയ്തോളും. നമ്മൾ നമ്മുടെ കഴിവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടേതായ ഡിസിഷൻസ് എടുക്കണം, പ്ലാൻസ് എടുക്കണം, എന്നിട്ട് അതൊന്നും നടക്കത്തുമില്ല. കർത്താവിനോട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തരത്തുള്ളൂ. കാരണം എൻ്റെ കർത്താവിന് ഏറ്റവും ബെസ്റ്റ് മാത്രമേ തന്നെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ വിനോദ ചേച്ചൻ പറഞ്ഞ പോലെ DWS എന്ന് പറഞ്ഞ ടീമിൽ ആദ്യത്തെ ഇന്ത്യൻ ഞാനാണ്. ഹല്ലേലൂയ. എന്നെ ഇവിടെ ഡാൻസ് കളിക്കാൻ അറിയാമേല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അതേ എന്നെ എൻ്റെ കർത്താവ് മാനിച്ച് DWSലെ ഫസ്റ്റ് ഇന്ത്യനും അവിടുത്തെ ഒരു ഓഡീഷൻ ഇല്ലാതെയാണ് എന്നെ അവിടെ സെലക്ട് ചെയ്തത്. ഹല്ലേലൂയ. അതേ യേശുവാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ഐ ആം നോട്ട് ക്വാളിഫൈഡ്. ഹല്ലേലൂയ. പക്ഷെ ക്വാളിഫിക്കേഷൻ എൻ്റെ കർത്താവാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ എല്ലാത്തിനും ക്വാളിഫൈഡ്. ഹല്ലേലൂയ. ഈ ക്വാളിഫിക്കേഷൻസ് കാര്യം പറയുമ്പോൾ എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ വഴിയെ പറഞ്ഞു തരാം. എൻ്റെ കോളേജിൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോഴും സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഒരു കോളേജ് ഫെയർ ക്യാമ്പസ് സെലക്ഷന് പോയപ്പോഴത്തേന് ഞാൻ എൻ്റെ റെസ്യൂമെ കൊടുത്തു, എൻ്റെ CV ബയോഡേറ്റ കൊടുത്തപ്പോൾ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി. എനിക്ക് ബിസിനസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ജോലിക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഡേ അങ്ങനെ പോകുന്നതുകൊണ്ട് ബിസിനസ് ടേക്ക് കെയർ ചെയ്യാൻ മേലാത്തതുകൊണ്ട് ഞാൻ നോക്കുന്നില്ലായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് NXT എന്ന് പറയുന്ന കമ്പനി എന്നെ തിരിച്ചു വിളിച്ചിട്ട് അവർ പറഞ്ഞു ഓക്കെ ഇൻ്റർവ്യൂ ഉണ്ട്, 3 times ഇൻ്റർവ്യൂ ഉണ്ട്, 3 ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവരെന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ എന്നെ വിളിച്ച ആൾ പറയുക നിന്റെ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു പോയിട്ട് നിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അന്നേരം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു ആപ്ലിക്കേഷനോ? ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടില്ല, എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഇട്ടു. ഹല്ലേലൂയ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയില്ല, മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല, ഇപ്പോഴും ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല, പക്ഷെ 2.5 വർഷം ഞാൻ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇനഫ് അല്ലെന്ന്. ഞാൻ ഇവിടെ നിൽക്കുന്ന പിള്ളേരോടും യങ് ആൾക്കാരോടും ആൻറ്റിമാരോടും അങ്കിൾമാരോടും എല്ലാവരോടും പറയാം, നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും കാണത്തില്ല. പക്ഷെ ഉണ്ടല്ലോ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ we are well qualified. Hallelujah. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കൂടെ അങ്ങ് നടന്നാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഇന്ന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ആ കർത്താവിനെ അങ്ങ് സ്നേഹിച്ചാൽ മാത്രം മതി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ കർത്താവ് പറയുന്ന പോലെ മുന്നോട്ട് എന്നെ അങ്ങ് നടത്തുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആ സ്നേഹത്തിൽ മാത്രം ഒന്ന് നിന്നാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞില്ല കർത്താവ് ബെസ്റ്റേ തരത്തുള്ളൂ, ബെസ്റ്റ് മാത്രമേ തരത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇന്റേൺഷിപ്പ് ആയിരുന്നു എനിക്ക് 3 മാസത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. 3 മാസം ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേന് കമ്പനി എന്നോട് ചോദിച്ചു നിനക്ക് ഇതിന് പറയുന്നത് കോപ്പ് എന്നാ. അവിടെ US ഞാൻ ഇപ്പൊ US താമസിക്കുന്നത്. അവിടെ കോപ്പ് എന്നാ പറയുന്നത്. കോപ്പ് എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ 6 months ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക, എന്നിട്ട് ആ 6 months കഴിയുമ്പോഴത്തേന് നിങ്ങൾ ബാക്ക് ടു സ്കൂളിലേക്ക് പോകും. അങ്ങനെയായിരുന്നു ഈ കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു പ്രോഗ്രാമാണ്. അങ്ങനെ അവർ ആദ്യത്തെ 6 months എന്നെ വിളിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ, പിന്നെ അവിടെ ഞാൻ 2.5 വർഷക്കാലമാണ് ജോലി ചെയ്തത്. ഹല്ലേലൂയ. എഞ്ചിനീയർ അല്ല, ഞാൻ എഞ്ചിനീയറിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, കാരണം ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി കർത്താവിന്റെ പ്ലാൻ ആണെങ്കിൽ ഈ സമ്മറിൽ ഞാൻ ഫിനിഷ് ചെയ്യും. അങ്ങനെ എഞ്ചിനീയർ അല്ലാതെ എന്നെ 2.5 വർഷക്കാലം ജോലി ചെയ്തു. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. സാലറി, ഓക്കെ, ലെറ്റ് മീ ടോക്ക് അബൌട്ട് സാലറി. ഇതിന്റെ ഒരു കോപ്പിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എവറി 6 months കഴിയുമ്പോഴത്തേന് അവരെ നമ്മളെ റീഹയർ ചെയ്യണം. പിന്നെ നമ്മളെ ആ കമ്പനിയിലേക്ക് റീഹയർ ചെയ്യണം. പക്ഷെ നമ്മൾ അവിടുത്തെ എംപ്ലോയി ആണ്, റീഹയർ ചെയ്യുമ്പോഴത്തേനുള്ള പോളിസി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്ര % സാലറി കൂട്ടണം. ഞാൻ 2.5 വർഷക്കാലം അവിടെ ജോലി ചെയ്യുമ്പോഴത്തേന് എൻ്റെ മാനേജറിന്റെ സെയിം സാലറി ആയിട്ടാണ്. മാനേജർ 10-15 വർഷക്കാലം അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന സാലറിയാണ്. സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ യേശു ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിനക്ക് കിട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ. സാലറി അല്ല, ടാലന്റ് അല്ല, ആഗ്രഹമല്ല, വീടല്ല, വണ്ടിയല്ല, എന്താണേലും എൻ്റെ യേശു നമുക്ക് തരും.
എന്നെ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. ആ കർത്താവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ഹല്ലേലൂയ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ 2.5 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു സ്കൂളായി. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നു. സ്കൂൾ എന്ന് പറയുമ്പം അവിടെ ഞങ്ങൾ കോളേജിന് സ്കൂൾ എന്നാണ് പറയുന്നത്. നമ്മുടെ 12th പോലെ അല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചേച്ചീനെ കണ്ടപ്പോൾ ആ ചേച്ചി കോളേജ് പഠിപ്പിക്കുക. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? ചേച്ചിനോടോ സ്കൂൾ എന്ന് പറയാതെ കോളേജ് എന്ന് പറയാം. സോറി, ഞാൻ കോളേജിൽ നിന്ന് അവിടെ സ്കൂൾ എന്നാണ് പറയുന്നത്. ബട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഞാനിപ്പോഴും ബാക്ക് ടു കോളേജിലാണ് പഠിക്കുന്നു. 6 months കൂടെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്ലാൻ ആണെങ്കിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യും. എനിക്ക് 21 വയസ്സായപ്പോഴത്തേന് എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാൻ 21ാം വയസ്സിൽ എൻ്റെ അപ്പ 50th ബർത്ത്ഡേ ആകുമായിരുന്നു. ഹല്ലേലൂയ. അന്നേരം എനിക്കൊരു ആഗ്രഹം തോന്നി, ഇത് ജാനുവരിയിലാണ് നടക്കുന്നത്, അപ്പായ്ക്ക് ഒരു വണ്ടി മേടിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ അന്നേരത്തേന് ഇങ്ങനെ പ്ലാൻ ചെയ്തു. എൻ്റെ മാനസിക ചിന്തയിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു, ഓക്കെ വണ്ടി മേടിച്ചു കൊടുക്കാം, ഇത്ര രൂപയാവും, ഓക്കെ ഞാൻ എത്ര നാൾ കഷ്ടപ്പെടണം. അന്നേരം നോക്കിയപ്പോഴത്തേന് ഒരു 1.5 വർഷം ഞാൻ കഷ്ടപ്പെട്ട്, സ്റ്റുഡൻ്റ് ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു വണ്ടി മേടിച്ചു കൊടുക്കാൻ പറ്റും. ക്യാഷ് കൊടുത്ത് മേടിക്കണം, എനിക്ക് ലോൺ എടുക്കണ്ടായിരുന്നു. കാശ് കൊടുത്ത് അപ്പായ്ക്ക് 50ാമത്തെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. പക്ഷെ അപ്പായുടെ 50ാമത്തെ ബർത്ത്ഡേ 2017 ഈ ജാനുവരി കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേനായിരുന്നു. അന്നേരം ഞാൻ അവിടെ നമ്മുടെ ചർച്ചിൽ കുറെ ആന്റിമാരും അങ്കിൾമാരും നമ്മൾ യങ് ആൾക്കാരും ഒക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് സാക്ഷി എപ്പോഴും പറയും. ഹല്ലേലൂയ. ഞാനും അവിടെ എഴുതി വെച്ചു. ഞാൻ അതിൻ്റെ ഒരു പ്രിന്റ് എടുത്തിട്ട്, ഞാൻ അന്ന് കോളേജിലായിരുന്നു, ലബക്ക് എന്ന് പറയുന്ന വേറൊരു സ്ഥലത്ത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 9 മണിക്കൂറുണ്ട്, അവിടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ എൻ്റെ പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചു, 2018 അപ്പായിക്ക് ഫോർഡ് 150 ഞാൻ മേടിച്ചു കൊടുക്കും. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളുടെ ആഗ്രഹം എൻ്റെ കർത്താവ് കാണുന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അത് ഏറ്റെടുക്കുവാണെങ്കിൽ അത് തക്ക സമയത്തെ വരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പായുടെ 50ാമത്തെ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ എൻ്റെ യേശുപ്പച്ചൻ അത് മേടിക്കാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇങ്ങോട്ട് വന്നു. ഹല്ലേലൂയ. ഞാൻ പൈസ ഒരാൾ എൻ്റെ കൊണ്ട് തന്നെന്നല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊണ്ട് തരും. പക്ഷെ എൻ്റെ കർത്താവ്, ഞാൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു, ഒരു മീറ്റിംഗ് പോയപ്പോൾ അവിടുത്തെ ഒരു മോൻ പറഞ്ഞ മാഗ്നറ്റിക് അട്രാക്ഷൻ, അതുപോലെയാ കർത്താവിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ നിൽക്കുവാണെങ്കിൽ, നമ്മൾ കർത്താവിലാണെങ്കിൽ നമുക്ക് എന്താ ജോലിയാണോ വേണ്ടത്, നമുക്ക് എന്നാ വേണ്ടത്, അതെല്ലാം ഇങ്ങോട്ട് വരും. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ഈ ജാനുവരിയിൽ ഇത് പ്രാർത്ഥിച്ചു, ഫെബ്രുവരി മുതൽ ഞാൻ അവിടെ ഒരു ജോലിക്ക് തുടങ്ങി. എൻ്റെ കർത്താവ് ആ ജോലി എനിക്ക് കൊണ്ടുതന്ന. ഞാൻ വെറും 3 മാസം ജോലി ചെയ്തുള്ളൂ. ഹല്ലേലൂയ. ആ 3 മാസം കൊണ്ട് ഞാൻ $35,000 ഉണ്ടാക്കി. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, സാധാരണ ഒരാൾ $4,000 ഒരു റെഗുലർ ജോലിക്ക് മേക്ക് ചെയ്യുന്നത്, സാധാരണ 40 hours ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് എനിക്ക് അവിടെ ജോലി, ഏറ്റവും ബെസ്റ്റ് ജോലിയും തന്നു, ഏറ്റവും കൂടുതൽ അവേഴ്സും തന്നു, ഒത്തിരി സമയം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും തന്നു. 3 മാസം കൊണ്ട് $35,000 ഉണ്ടാക്കി. ഹല്ലേലൂയ. എനിക്ക് ആ 3 മാസം കൊണ്ട് അപ്പായിക്ക് വണ്ടി മേടിക്കാനുള്ള കാശ് ഉണ്ടാക്കി. അമേരിക്കയില് ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന, ഏറ്റവും സാലറി ഉള്ള ഒരാളാണ് ഈ ഡോക്ടേഴ്സും ഡെന്റിസ്റ്റും. എൻ്റെ ഒരു ചേച്ചി ഡെന്റിസ്റ്റാണ്. എൻ്റെ ചേച്ചി എന്നോട് വന്ന് ചോദിക്കുക, എടാ എങ്ങനെ നിനക്ക് 3 മാസം കൊണ്ട് ഒരു വണ്ടി മേടിക്കാം? ചേച്ചി പറ, ഞാനൊക്കെ 1 വർഷം ജോലി ചെയ്തിട്ട് അതിനകത്തു നിന്നുള്ള സേവ് ചെയ്താലാണ് എനിക്ക് പൈസ കൊടുത്തേക്കാം. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കത്തേ ഇല്ല. പക്ഷെ എന്നാലും ഇത്രയും ചെയ്താലാണ് എനിക്ക് മേടിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഹല്ലേലൂയ വേറെ ലെവലാക്കി തീർക്കും. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കർത്താവ് എനിക്ക് അവിടെ തക്ക സമയത്ത്, എൻ്റെ അപ്പായുടെ 50th ബർത്ത്ഡേക്ക് മുന്നേ തന്നെ എനിക്ക് ഒരു വണ്ടി മേടിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. കർത്താവ് അല്ലാതെ പിന്നെ വേറെ ആരാ? ഹല്ലേലൂയ. അത് കഴിഞ്ഞ് സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നാലും 22ാം വയസ്സിൽ എനിക്കൊരു ആഗ്രഹം തോന്നി, എനിക്കൊരു നല്ലൊരു കാറ് മേടിക്കണം. ഹല്ലേലൂയ. ആ കാറ് ഞാൻ മേടിക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചപ്പോഴത്തേന് ഞാൻ നമ്മുടെ ചർച്ചിലൊക്കെ ഏറ്റവും ഉയരങ്ങളിലേക്ക് നോക്കുവേൻ. അതല്ലേ ബൈബിളും പറയുന്നത്, ഉയരങ്ങളിലേക്ക് നോക്കുവേനാ. നമുക്കൊരു സർട്ടൻ ലെവലുണ്ട്. കാരണം നമ്മൾ ചോദിക്കുന്ന ആരോടാ? കർത്താവിനോടാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. നേരെ കർത്താവിനോട് ചോദിക്കുമ്പോഴത്തേന് ഏറ്റവും ബെസ്റ്റ് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏറ്റവും ബെസ്റ്റ് തന്നെ ചോദിച്ചു, ഒരു ലാംബർഗിനി തന്നെ ചോദിച്ചു. ഹല്ലേലൂയ. കർത്താവ് എനിക്കൊരു ലാംബർഗിനി വേണം. അതിനകത്ത് കുറച്ച് കാര്യം കൂടെ, സ്പെസിഫിക്കേഷൻസും കൂടെ ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ ഓരോ സ്പെസിഫിക്കേഷൻ
മേടിക്കാനാണെങ്കിൽ ഫോണിന്റെ കളർ, കാർ മേടിക്കാനാണെങ്കിൽ കാറിന്റെ കളർ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു ഓറഞ്ച് ലാംബോർഗിനി വേണം. ഹല്ലേലൂയ. നിങ്ങൾ ഇത് ഏറ്റെടുത്തോണം, നിങ്ങൾ പറഞ്ഞോണം, പറയുന്നത് മാത്രമല്ല സ്റ്റെപ്പ് എടുത്തോണം. ഹല്ലേലൂയ. ഒരു കൺഫ്യൂഷനും വരല്ലോ. നിങ്ങൾക്ക് കാറാണോ വേണ്ടത്, കാറിന്റെ കളറ്, കാറിന്റെ എന്നൊക്കെയാണോ വേണ്ടത്, ഏത് കാറാണോ വേണ്ടത്, ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണോ, ഏത് മോഡലാണോ വേണ്ടത്, കർത്താവിനോട് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് 25 വയസ്സിന് മുന്നേ എനിക്കൊരു ലാംബോർഗിനി മേടിക്കണം. ഞാൻ അന്ന് 22 വയസ്സാണ്. ഞാൻ 25 വയസ്സിന് മുന്നേ എനിക്ക് ലാംബോർഗിനി മേടിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഓറഞ്ച് ലാംബോർഗിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കാറാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി ഒരു പുതിയതാണെങ്കിൽ ഇന്ത്യൻ മണി ഒരു 3.5 കോടി വരും. ഞാൻ 22 ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വിനോദ് ബ്രദറിന്റെ കൂടെ ഒക്കെ മീറ്റിങ്ങിന് പോകുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ആ 22 വയസ്സുള്ളപ്പോഴത്തേന് എനിക്ക് അത് ചിന്തിക്കണമെങ്കിലുണ്ടല്ലോ, അത് നമ്മുടെ ചർച്ചിൽ പഠിപ്പിക്കുന്ന ടീച്ചിങ് വിശാലമായത് മാത്രമേ ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. വിശാലമായത് മാത്രമേ ഉള്ളൂ ആഗ്രഹിക്കാനും പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാനത് ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, എനിക്ക് ഓറഞ്ച് ലാംബോർഗിനി വേണം. ഓറഞ്ചിന് ഒരു റീസൺ ഉണ്ട്. വിനോദ് ചേച്ചൻ പറഞ്ഞ പോലെ അപ്പയുടെ ബിസിനസ് എല്ലാം ഇവിടെ പൊട്ടി. ഞാൻ കേറ്റുവാൻ്റെ ഒരു കടയായിരുന്നു, അത് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേന് അപ്പ ഒരു ഓട്ടോ ഓടിക്കുമായിരുന്നു, പെട്ടി ഓട്ടോ ഓടിക്കുമായിരുന്നു. അത് യെല്ലോ ആയിരുന്നു. ഹല്ലേലൂയ. യെല്ലോ ഈസ് ഓറഞ്ച് കളറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓറഞ്ച് ലാംബോർഗിനി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ വീൽസ്, എനിക്ക് വേറെ വീൽസ് സ്റ്റോക്കായിട്ട് കമ്പനിയിൽ നിന്ന് വരുന്ന വീൽ അല്ല, വേറെ വീല് വേണമെന്നായിരുന്നു. അതിൻ്റെ സ്പോയിലർ വേറെ മാറണമെന്നായിരുന്നു. ലറീനി എക്സോസ്റ്റ് ഒരു 1000 ടൈപ്പ് ഓഫ് എക്സോസ്റ്റ് ഉണ്ടാവും വണ്ടിക്ക്. പക്ഷേ എനിക്ക് ഒറ്റ ഇത് ഞാൻ പ്രാർത്ഥിച്ച ലറീനി എക്സോസ്റ്റ് എന്നാ. ഹല്ലേലൂയ. ഓക്കെ, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പോയി. ഒരു 23 വയസ്സ് ആയപ്പോഴത്തേന് എൻ്റെ കർത്താവ് എനിക്കൊരു ഗ്യാസ് സ്റ്റേഷൻ തന്നു. ഹല്ലേലൂയ. ഈ ഗ്യാസ് സ്റ്റേഷനൊക്കെ തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരിക. അതിൽ ഞാൻ നിങ്ങളോട് പറയാ, കർത്താവിൻ്റെ കൂടെ നിന്നാൽ ഡെഫിനറ്റ്ലി 100% ഷുവർ, 120% ഷുവർ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരും. നമ്മളൊന്നും അങ്ങോട്ട് പോയി ചെയ്യേണ്ട കാര്യമില്ല. ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പമ്പ് ഇദ്ദേഹത്തിന് കർത്താവ് കൊടുക്കും. ഗ്യാസ് സ്റ്റേഷൻ പെട്ടെന്ന് പെട്ടി കിടത്തില്ല. ഓക്കെ, ഒരു പമ്പ് കിട്ടി. ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പമ്പും അതുപോലെ തന്നെ എന്നോട് ചേർന്ന് ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അതാണ് അവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് ഇങ്ങോട്ട്, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വന്ന്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഒന്നും ചെയ്യാനായിട്ട് പ്ലാനില്ല, ബാങ്കിൽ ഇടാനായിട്ടുള്ള പ്ലാനായിരുന്നു. ഇങ്ങോട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോയില്ല. എൻ്റെ പ്ലാനും അല്ലായിരുന്നു. ഞാൻ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്നതുകൊണ്ടും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടും ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് പതുക്കെ എഞ്ചിനീയറിംഗ് ആയിട്ട് പതുക്കെ ജോലി ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു എൻ്റെ പ്ലാൻ. ഹല്ലേലൂയ. പക്ഷെ കർത്താവിൻ്റെ പ്ലാൻ അതല്ലായിരുന്നു. കർത്താവ് എനിക്ക് 23 വയസ്സിൽ എനിക്ക് ആ ഗ്യാസ് സ്റ്റേഷൻ തന്നു. ഇങ്ങോട്ട് വന്നതാ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സ്കൂളിലാണ് പഠിക്കുന്നത്, എനിക്ക് ഇതിനൊന്നും സമയമില്ല. അവർ എന്നോട് പറയാ, ഒന്നും പ്രശ്നമില്ല, നോ പ്രോബ്ലം, നിനക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണോ, ഞങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം നീ വന്നാൽ മതി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് എൻ്റെ കർത്താവ് എനിക്കൊരു കൺസ്ട്രക്ഷൻ ബിസിനസ് തന്നു. ഹല്ലേലൂയ. ഇതൊന്നും എൻ്റെ പ്ലാൻ അല്ല. കൺസ്ട്രക്ഷൻ ബിസിനസ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, എനിക്കറിയാവുന്ന ഫീൽഡല്ല. പക്ഷെ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടു തന്ന. ഹല്ലേലൂയ. അങ്ങനെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഗ്യാസ് സ്റ്റേഷനും കൂടെ, രണ്ടാമത്തെ ഗ്യാസ് സ്റ്റേഷനും കൂടെ കർത്താവ് തന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് വേറൊരു അപ്പായുടെ ഒരു സാക്ഷി എനിക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ആദ്യം അമേരിക്കയിൽ പോയപ്പോൾ 2013 അമേരിക്കയിൽ പോയപ്പോൾ അപ്പൊ ആദ്യം ജോലി ചെയ്തത് ഒരു ഗ്യാസ് സ്റ്റേഷനിലായിരുന്നു. ജോലി ചെയ്തില്ല, 1 മാസം പോയി. അപ്പൊ 1 മാസം പോയപ്പോഴത്തേന് അപ്പാക്ക് അവർ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ 1 മാസം കഴിഞ്ഞപ്പോൾ അപ്പ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റുന്ന ജോലിയല്ല, ഞാൻ വിട്ടേക്ക് വന്നു പറഞ്ഞു. ആ അപ്പായനെ എൻ്റെ കർത്താവ് മാനിച്ചത് കേൾക്കണോ, ഇന്ന് എൻ്റെ ഒരു ഗ്യാസ് സ്റ്റേഷൻ എൻ്റെ അപ്പ തന്നെ ചെയ്തത്. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ മാനിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലായിരിക്കുന്നു, പക്ഷെ എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ it will happen. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത്തെ ഗ്യാസ് സ്റ്റേഷനും തന്നു. അന്നേരം ഈ ലാംബോർഗിനി വേണമെന്നുള്ള ആഗ്രഹം എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുവാണല്ലോ. 24 വയസ്സുമായി. അന്നേരത്തേന് ഞാനിങ്ങനെ വിചാരിക്കുക, ഓക്കെ, ഒരു വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ഷോറൂമിലുള്ള ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ഓറഞ്ച് അല്ലായിരുന്നു. പക്ഷെ ഞാനത് മേടിക്കാനായിട്ട് അപ്പായും അമ്മേനെ ആയിട്ടാണ് പോയത്. ഞങ്ങളുടെ അവിടുന്ന് 3 മണിക്കൂർ അകലെയാണ്. ഒരു ഷോറൂമിൽ പോയപ്പോഴത്തേന് ഞാൻ വണ്ടി കണ്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിത് മേടിക്കണം, പക്ഷെ ഞാൻ ലോൺ എടുക്കുവാണ്, എൻ്റെ കയ്യിൽ മൊത്തം പൈസ ഇല്ല, ലോൺ എടുക്കുമെന്ന് പറഞ്ഞു. അവിടെ ഇന്ത്യൻസ് യൂഷ്വലി
ലാംബോർഗിനി, ഫെറാറി, മക്ലാരൻ്റെ ഡീലർഷിപ്പിൽ ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ഒരു വണ്ടിയുടെ സെൽഫി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും പറ്റുവാണെങ്കിൽ ഒന്ന് തൊടാനും അവർ ഡോർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒന്ന് ഇരിക്കാനുമായിട്ടാണ് യൂഷ്വൽ ആൾക്കാർ പോകുന്നത്. അവരും എന്നെ അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്തത്. കാരണം ഐ ലുക്ക് ഇന്ത്യൻ, റൈറ്റ്? ഞാൻ ഇന്ത്യനെ പോലെ തോന്നുന്നുണ്ട്. അവരും എന്നെ അങ്ങനെ ആയിരിക്കും ടേക്ക് കെയർ ചെയ്തത്. അവരവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സീരിയസ് ആണ്, എനിക്കിത് മേടിക്കണം. അന്നേരം അവരെന്നോട് പറഞ്ഞു, നിനക്ക് 24 വയസ്സേ ഉള്ളൂ, നിനക്കിവിടെ ലോൺ അപ്ലൈ ചെയ്താൽ പാസ് ആവത്തില്ലെന്ന് പറഞ്ഞു. ഞാനത് ഭയങ്കര സാഡായി. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര % ഡൗൺ ഇടാം, ഇതിടാം, മറ്റേതിടാം, ഇതെല്ലാം ചെയ്യാം. അന്നേരം അവർ പറഞ്ഞു, എത്ര ചെയ്തിട്ടും കാര്യമില്ല, നീ 24 years ഓൾഡ്, ടു യങ് ആണ്, മേടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഭയങ്കര സാഡായിരുന്നു. അന്നേരത്തേന് എൻ്റെ അപ്പ ഒരു ചിൽ ഗായാണ്. ഇങ്ങനെ ചുമ്മാ ഒന്ന് കൂൾ എന്നാ പറയുന്നത്, ഓരോന്നൊക്കെ ഇങ്ങനെ ചുമ്മാ സംസാരിക്കുന്നത്. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോഴത്തേന് അപ്പ ഇങ്ങനെ എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടിയിട്ട് അപ്പ പറഞ്ഞു, എടാ സാരില്ലടാ, നമുക്ക് 6 മാസം കൊണ്ട് കാശ് കൊടുത്ത് ഇങ്ങനെ മേടിച്ചേക്കാം. ഞാൻ വിടുവോ? എന്നെ പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഞാൻ വിടുവോ? ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. 6 മാസമായില്ല, 5.5 മാസം കൊണ്ട് എൻ്റെ കർത്താവ് ഞാൻ പറഞ്ഞ ഓറഞ്ച് ലാംബോർഗിനി, ഞാൻ പറഞ്ഞ പോലെ സ്റ്റോക്ക് വീൽസ് അല്ല, ഞാൻ പറഞ്ഞ പോലെ സ്പോയിലർ വേറെ, ഞാൻ പറഞ്ഞ ലറീനി എക്സോസ്റ്റ് എക്സാക്ട്ലി സെയിം തിങ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച അതേ കാര്യങ്ങൾ. ഇതിന് മുന്നേ ഒരു സംഭവം 22-ാം വയസ്സിലും 23-ാം വയസ്സിലും ഞാൻ എൻ്റെ കസിൻസിനോടും അവിടെയുള്ള റിച്ച് ആൾക്കാരോടൊക്കെ ഞാൻ പറയും, എനിക്കൊരു ലാംബോർഗിനി മേടിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. എന്ന് അവർ പറയുമ്പോൾ, മോനെ കുട്ടാ, നീ വന്നിട്ട് എത്ര നാളായി? ഞങ്ങളെ 4-5 വർഷമായി. അന്നേരം പറയും, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളെന്ന്. കഴിഞ്ഞ ദിവസം വിനോദാചാര്യൻ പറഞ്ഞ പോലെ, ഞാൻ കൊക്കിൽ ഒതുങ്ങാൻ പറ്റില്ല, പക്ഷെ എൻ്റെ കർത്താവിന് കൊക്കിൽ ഒതുങ്ങിയതാണ്. അവര് പലരും പല കാര്യങ്ങളും പറഞ്ഞാലും നമ്മളെ പഠിപ്പിച്ചത് ഏറ്റവും ബെസ്റ്റ് നോക്കാനായിട്ട് മാത്രം. എനിക്കറിയാവുന്ന എൻ്റെ കർത്താവ് ഏറ്റവും ബെസ്റ്റ് മാത്രം ചെയ്യുന്ന ആളാണ്. ഹല്ലേലൂയ. അവിടെ എൻ്റെ കർത്താവ് എനിക്ക് കറക്റ്റ് ലാംബോർഗിനി തക്ക സമയത്ത്, 25 വയസ്സൊന്നും പാസ്സായി പോയിട്ടില്ല, 25 വയസ്സിൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. ഈ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു കണ്ണ് കണ്ടിട്ടുമില്ല, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത നമ്മൾ കാണാൻ പോകും. അവര് പറഞ്ഞ ബാക്കി പറഞ്ഞില്ല. ഞങ്ങൾ 10-25 വർഷമായിട്ട് അവര് പറഞ്ഞതാണ്, ഞങ്ങള് 10-25 വർഷമായിട്ട് ഇവിടെ കഷ്ടപ്പെടുക. ഞങ്ങൾക്ക് കൊറോളയിൽ നിന്നല്ലാതെ വേറൊരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അന്നേരം നീ ഇവിടെ ലാംബോർഗിനി ചിന്തിക്കുന്നത്. അതെ. രണ്ടാമതൊരു കാര്യം, ഫാദർ പറഞ്ഞു 6 മാസത്തിനകം ക്യാഷ് കൊടുത്തെടുക്കും. മെയിൻ പോയിന്റ് പറഞ്ഞില്ല, 5.5 മാസത്തിനകം മുഴുവൻ ക്യാഷ് അടിച്ചു. EMI അല്ല, കടമല്ല, ക്യാഷ് അടിച്ചെടുക്കാൻ കർത്താവ് അനുഭവിച്ചു. സാധനം ഒന്ന് കാണട്ടെ. നിങ്ങൾക്ക് കാണോ? സ്ക്രീനെ കാണോ? TV സ്ക്രീൻ കാണോ? ബാക്കി കാണോ? ലൈറ്റ് യോജിച്ചൊക്കെ കാണോ? ആകാശം സതീഷ്ണ തങ്കോങ്കിൾ വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. ഹല്ലേലൂയ. ഇത് കാഴ്ച എന്തിനാണെന്നറിയാം? ഇത് കണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദർശനം, വിശാലത വരാൻ വേണ്ടിയാണ്. ഇദ്ദേഹത്തിന്റെ പപ്പ ഒരു ബിസിനസ് തകർന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഓറഞ്ച് കളറുള്ള ഓട്ടോ പെട്ടിവണ്ടി ഓടിച്ചോണ്ട് ഇദ്ദേഹം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അതേ കളറുള്ള ലാംബോർഗിനി ഓടിച്ച് ഞാൻ അമേരിക്കയിൽ കൂടെ നടക്കും. നിങ്ങളുടെ സാഹചര്യം എന്താണെങ്കിലും അതിൽ കോംപ്രമൈസ് ആകരുത്. അകത്തിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് വലിയ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കർത്താവ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് അത്. ഹല്ലേലൂയ. ലാംബോർഗിനി പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുള്ളല്ലോ, എപ്പോഴും തങ്കങ്ങൾ പറയും ജെറ്റ് വരുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈക്കത്ത് എയർപോർട്ട് വരണം.
എനിക്ക് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ യങ് ആൾക്കാർ എപ്പോഴും സെർച്ച് ചെയ്തോണം, അപ്ഡേറ്റ് ചെയ്തോണം എന്ന് എയർപോർട്ട് വരാൻ പോകുന്നത്. കാരണം ഉണ്ടല്ലോ, നമ്മൾ എത്രയും വേഗം പോയി നമ്മുടെ ജെറ്റിന് വേണ്ടി, നമ്മുടെ ഹെലികോപ്റ്ററിന് വേണ്ടിയുള്ള സ്പേസ് അവിടെ സേവ് ചെയ്തേക്കണം. അല്ലെങ്കിൽ എന്നിട്ട് ആദ്യമേ എന്നോടും പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അതാണോ അത് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ജെറ്റ് ഇവിടെ വരും. നിങ്ങളുടെ ഹെലികോപ്റ്ററിന് നിങ്ങളുടെ സ്പേസ് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സേവ് ചെയ്യാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റേജ് അതിനുവേണ്ടി മാറ്റി വെച്ചോണം. നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ എഞ്ചിനീയറായി ജോലി ചെയ്തു, കല്യാണം കഴിച്ചു, അങ്ങനെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ജെറ്റ് ഓടിക്കാനായിട്ടുള്ളതും ജെറ്റ് അങ്ങോട്ട് മാറാനും ഇങ്ങോട്ട് പോകാനായിട്ടുള്ള ടൈമും കൂടെ നിങ്ങൾ ആലോചിച്ചോണം. ഹല്ലേലൂയ. ഞാൻ അവിടെ ഓൾറെഡി ഹെലികോപ്റ്ററിന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി എറണാകുളത്ത് പോയി ഇറങ്ങേണ്ട കാര്യമില്ല. വൈക്കത്തുണ്ടെങ്കിൽ ഇവിടെ ഏറ്റുമാനൂർ പോകാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അത് നടന്നിരിക്കും. ഹല്ലേലൂയ. പറഞ്ഞത് എൻ്റെ കർത്താവാണെങ്കിൽ 100% ഷുവറായിട്ടും അത് നടന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. നിങ്ങളുടെ പ്രേയർ വൈക്കത്ത് ഇത് വരാനാണോ, എയർപോർട്ട് വരാനാണോ, വന്നിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഇവിടെ നടന്ന ആൾക്ക് എനിക്കിവിടെ ലാംബോർഗിനി മേടിക്കാമെങ്കിൽ, ഹല്ലേലൂയ, 25 വയസ്സിന് മുന്നേ എൻ്റെ യേശുപ്പച്ചന് എനിക്ക് ലാംബോർഗിനി തരാമെങ്കിൽ, ഇവിടെ ഞാൻ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള കാശ് എടുക്കാൻ കാണുന്നില്ല, അതിനുള്ള അവസരം കാണത്തില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തുടരല് എൻ്റെ കർത്താവ് എന്നെ മാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് ഇങ്ങോട്ട് ഓപ്ഷൻ തന്നുകൊണ്ടിരിക്കും. പിന്നെ എന്തിനായിരുന്നു എനിക്ക് ഗ്യാസ് സ്റ്റേഷൻ തന്നത്? ഹല്ലേലൂയ. പിന്നെ എന്തിനായിരുന്നു ഞാൻ കൺസ്ട്രക്ഷൻ ബിസിനസ് തുടങ്ങിയത്? കർത്താവ് തന്ന ഓപ്പർച്യൂണിറ്റി. ഹല്ലേലൂയ. ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ. അതിനകത്തൊരു മാറ്റവും ഇല്ല. എൻ്റെ കർത്താവ് പറഞ്ഞതുപോലാണോ അത് നടന്നിരിക്കും. 100% ഷുവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഇടയ്ക്ക് ചിലപ്പോൾ ഇപ്പൊ ബെൻ ബ്രദർ പറഞ്ഞ പോലെ ഇടയ്ക്ക് ചെല്ലുമ്പോഴത്തേന് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേന് നിങ്ങൾ ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ആയി നിൽക്കുമായിരിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അന്നേരം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം? ലല്ലല്ലാ ലലാ 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 ലല്ലല്ലാ ലലാ 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 ലലാ. ഞാൻ ഒരു കാര്യം പറയാം. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അവിടെ അതൊരു സാക്ഷ്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ലാംബോർഗിനി മേടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ വന്നപ്പോഴത്തേന് എൻ്റെ AC ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന സിവിക്കിന്റെ AC പോയി. ഹല്ലേലൂയ. ഞാൻ അന്നേരം കംപ്ലൈന്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ലാംബോർഗിനി മേടിക്കാതെ, ഞാൻ പിടിച്ചു മേടിച്ചതാണ് ലാംബോർഗിനി. എൻ്റെ ലാംബോർഗിനി മേടിക്കാതെ ഞാൻ AC. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ടോ അവിടെ കരയാനല്ല എൻ്റെ കർത്താവ് വിളിച്ചേക്കുന്നത്. ലല്ലല്ലാ ലല്ലാ 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 ലല്ലല്ലാ ലല്ലാ 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 ലല്ലാ. അതെന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഈ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ബാക്കിയുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്, അതൊരു പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് റിയലൈസ് ചെയ്യുന്നത്, ശരിയാണല്ലോ, അത് എൻ്റെ ഒരു പ്രൂഫ് ആയിരുന്നല്ലോ. ഞാൻ വിനോദാച്ചാച്ചൻ്റെ ഇത് സെൻഡ് ചെയ്തു. പക്ഷെ വിനോദാച്ചാച്ചൻ്റെ മീറ്റിംഗ് വന്നപ്പോൾ പറഞ്ഞാണ്, നമ്മൾ അത് കണ്ട് പേടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കത്തുള്ളായിരുന്നു. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അവൻ വാക്ക് മാറത്തില്ല. ഹല്ലേലൂയ. പറഞ്ഞതാണെങ്കിൽ നടന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് എന്നൊക്കെയാണോ വേണ്ടത് എല്ലാം പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. എൻ്റെ ഒരു സാക്ഷ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എനിക്കൊരു ബൈക്കുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ബെസ്റ്റാ തന്നതെന്ന്. എൻ്റെ കർത്താവിന് ബെസ്റ്റ് മാത്രം ഞാൻ പിന്നെ അത് എംഫസൈസ് ചെയ്ത് പറയുക. എൻ്റെ കർത്താവിന് ബെസ്റ്റ് തരാൻ അറിയത്തുള്ളൂ. എനിക്ക് എൻ്റെ കർത്താവ് തന്നത് ഒരു 1300 cc ഒരു ഹയബൂസ എന്ന് പറയുന്ന വണ്ടിയാണ്. 1300 cc-യും അതിൻ്റെ കൂടെ നൈട്രസും ഉള്ള വണ്ടിയാണ്. നിങ്ങൾ ഒരു ഡൂം എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടു കാണും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഫാസ്റ്റ് പോകുന്ന ഒരു സംഭവം, അത്ര ഫാസ്റ്റ് ആണ്. എനിക്ക് കർത്താവ് തന്ന വണ്ടി top 5% ആണ്. വേൾഡിലെ top 5% ഫാസ്റ്റസ്റ്റ് മോട്ടോർ സൈക്കിളാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് അത് വരാമെങ്കിലുണ്ടല്ലോ, എൻ്റെ കർത്താവിന് അത് വരാമെങ്കിൽ എന്നെ എവിടെ സേവ് ചെയ്യാന്ന് പറയാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് എനിക്ക് തരാൻ പറ്റുമെങ്കിൽ അത് 100% ഷുവർ നിങ്ങൾക്ക് തരാം. ഇന്ന് പ്രാർത്ഥിച്ചോ, ഇന്ന് നീ
കർത്താവിനോട് പറഞ്ഞു, യു ഗോട്ട് ഇറ്റ്, ഐ ആം 100% ഷുവർ. ഞാൻ അതിന്റെ പ്രൂഫാ. ഹല്ലേലൂയ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്, ശരിയാണ്. വേറെ ഒന്നും കർത്താവിന് വേണ്ടി എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ കർത്താവിനെ മാനിച്ചു. ഹല്ലേലൂയ. ആ കർത്താവിനെ വിശ്വസിച്ച് സ്നേഹിച്ചാൽ മാത്രം മതി. എനിക്ക് ഈ ബൈക്ക് ഉണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഓടിച്ചു പോകുമായിരുന്നു, ക്രൂസ് ചെയ്ത് പോകുമായിരുന്നു. 180 മൈൽസ് പെർ അവർ. 180 മൈൽസ് പെർ അവർ എന്ന് പറയുമ്പോൾ 300 കിലോമീറ്റർ ഓടിച്ചു പോകുമായിരുന്നു. അന്നേരത്തേന് ഞാനിങ്ങനെ ഓടിച്ചു പോകുന്ന വഴിക്ക് ഇച്ചിരി സ്ലോ ഡൗൺ ആയി. 140 കിലോമീറ്റർ പെർ അവർ, 140 മൈൽ പെർ അവറിലായി. അതായത് കിലോമീറ്റർ പെർ അവർ 200 കിലോമീറ്ററിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ബൈക്കിൽ വീണു. ഹല്ലേലൂയ. ബൈക്കിൽ നിന്ന് വീണ് ഞാൻ ഉരുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഹെൽമെറ്റ് എൻ്റെ തലയിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? കർത്താവിനെ പറഞ്ഞ യേശു നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്കൂളിൽ അനുഗ്രഹിച്ച് യേശുവിന്റെ എക്സാമ്പിൾ ആയിട്ട് നിർത്തിയാണ്. ഹല്ലേലൂയ. ബാക്കി ഞങ്ങളുടെ നെയ്ബേഴ്സിനും ഞങ്ങളുടെ ഫ്രണ്ട്സിനും അവരുടെ എല്ലാവരുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ആക്കി ഞങ്ങൾ നിർത്തിയാണ്. സ്വന്തം ഹല്ലേലൂയ. യേശുവിന്റെ ഒരു പ്രൂഫ് ആക്കി ഞങ്ങൾക്ക് ടെസ്റ്റിമണി പറയാനുള്ള ഇത് കൊടുത്തതിനാ സ്വന്തം. ഹല്ലേലൂയ. ഇവിടെ വന്ന് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇവരുടെ ആഗ്രഹങ്ങളെ മാനിച്ചിരിക്കാൻ സ്വന്തം. ഹല്ലേലൂയ. യേശു നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഇവിടെ ഉള്ള എല്ലാം എൻ്റെ യേശുവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ യേശുവിന് എത്ര സിമ്പിളാണ്. ഹല്ലേലൂയ. നാമത്തിൽ ഇവർക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പഠിത്ത കാര്യങ്ങളിലും ഇവരുടെ വീട്ടിലെ കാര്യങ്ങളിലും ഹല്ലേലൂയ. ഇനി ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ ഇന്ത്യ നിങ്ങളുടെ പേരിൽ ഹല്ലേലൂയ അറിയപ്പെടുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട അനുഗ്രഹിച്ചിരിക്കുന്ന സ്വന്തം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ശക്തമായിട്ട് ആ സ്വപ്നം നടന്നത് കണ്ടുകൊണ്ടെന്ന് കാര്യം നിങ്ങൾ കൈയടിക്കുന്നത് അത് കണ്ടുകൊണ്ട് നടന്നു കഴിഞ്ഞതിനായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ദിവസം നമുക്കിരിക്കാം. താങ്ക് യു തോമസ്. ഹല്ലേലൂയ. സ്വത്രം. അമ്മു കഴിഞ്ഞ ദിവസം നമ്മുടെ മോർണിംഗ് പ്രയർ വന്ന് തകർത്തു. ഹല്ലേലൂയ. ഞാൻ പ്രതീക്ഷയില്ല അമ്മു ഇത്രയും പറയുമെന്ന്. പക്ഷെ വളരെ പക്വതയോടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സോ നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് സമയം എത്ര പെട്ടെന്നാണ് പോയല്ലേ. തോമസ് പറഞ്ഞ ആ സാക്ഷ്യമായിട്ട് ചേർത്തൊരു കാര്യം കണക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് തോമസിന് ലംബോർഗിനി കർത്താവ് കൊടുത്തു. സ്തോത്രം. മാനിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിന് ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പലർക്കും ആ മോഹങ്ങളില്ലാത്തവരാരുമില്ല, ആഗ്രഹങ്ങളെല്ലാവരും ഉണ്ട്. പലർക്കും അത് വെറും സ്വപ്നമായിട്ട് തീരും. എന്നാൽ ചിലര് ചാമ്പ്യൻസ് ആയിട്ട് അവരാഗ്രഹിച്ചതിനെ അവർ നേടിയെടുക്കും. എന്താ അതിൻ്റെ അകത്തെ വ്യത്യാസം? ഹല്ലേലൂയ. അതാ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇവിടെ ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം. താൻ പറഞ്ഞല്ലോ, താൻ ലംബോർഗിനി ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം സംഭവിച്ചത് അതിന് നേരെ വിരോധമായ ഒരു കാര്യമാണ്. എന്നാന്നറിയാമോ? അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഹോണ്ട സിവിക്കിന്റെ AC കൂടെ പോയി. ഹല്ലേലൂയ. വേണമെങ്കിൽ അവിടെ നിന്ന് പരാതി പറയും, കർത്താവ് ലംബോർഗിനിയൊക്കെ ഞാൻ ചോദിച്ചോണ്ടെങ്കിൽ ഉള്ള വണ്ടിയുടെ AC പോയോ. ഹല്ലേലൂയ. അവിടെ സ്വതന്ത്രം താൻ ചെയ്തൊരു കാര്യമുണ്ട്. താൻ വിട്ടുകൊടുത്തില്ല. 1.5 വർഷം അല്ലേ, 1.5 വർഷം ആ കേടായ AC ഉള്ള വണ്ടിയെ തന്നെ പോയി. ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു വണ്ടി എടുക്കുന്നെങ്കിൽ അതിന് വേറൊന്നിലും ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല, അത് ലംബോർഗിനി തന്നെയായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ എൻ്റെ ജീവിതത്തിലെ ആ ലക്ഷ്യത്തെ നേടിയെടുക്കാം? എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. പക്ഷേ ആ ഘടകം എന്താ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പെടുന്ന ഘടകം അതാണ് ദീർഘമായ ക്ഷമയും സ്ഥിരന്തരമായി. ഹല്ലേലൂയ. അതിനെ ചേസ് ചെയ്യുക. അടുത്തിരിക്കുന്നവർ ചേസ് യുവർ വിഷൻ, ചേസ് യുവർ ഡ്രീം. നിങ്ങളുടെ ദർശനത്തെ എന്ത് ചെയ്യണം? ചേസ് ചെയ്യണം. വിട്ടുകൊടുക്കുക. ഒന്ന് പറയാം, വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ തങ്ങൾ പറഞ്ഞ ഒരു 1 മിനിറ്റ് വീഡിയോക്കകത്ത് ഒരു കാര്യം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒരു തുള്ളി വെള്ളം ഒരു പാറപ്പുറത്ത് വീണാൽ വെള്ളം നടക്കുമോ? ഒന്നും നടക്കും. ആ വെള്ളം ഒഴുകിപ്പോകും.
പക്ഷേ ആ തുള്ളി വെള്ളം നിരന്തരമായിട്ട് ആ പാറമേൽ വീടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ചിലത് നടക്കാൻ തുടങ്ങും. ആ പാറ ഇത്രയും കട്ടിയായിട്ടിരിക്കുന്ന പാറ അവൻ പൊടിയാൻ തുടങ്ങും. ഒരു ദിവസം അവൻ ഹല്ലേലൂയ അവിടെ നിന്ന് പൊടിഞ്ഞ് അത് സമഭൂമിയായി തീരും. കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഇതുപോലെ തന്നെ നിരന്തരമായ ഏറ്റുപറച്ചിൽ സാഹചര്യം നോക്കാം. ഞാനിങ്ങനെ നോക്കാം, തോമാച്ചന്റെ വണ്ടിയിൽ ആരെങ്കിലും ഒന്ന് കയറി കയറുമ്പോൾ ചോദിക്കുക, തോമാച്ച തന്നെ AC നന്നാക്കാത്തെ? തോമാച്ചൻ പറഞ്ഞു, ഇനി AC നന്നാക്കുന്ന പരിപാടിയില്ല, ഇനി ലംബോർഗിനി വാങ്ങിക്കുന്നത്. ആരും ഉള്ള വണ്ടിയുടെ AC നന്നാക്കാൻ പറ്റുന്നില്ല. പിന്നെ ലോകം പലതും പറഞ്ഞാണ്. ഒന്ന്, താൻ അവിടെ നിന്ന് ആ വണ്ടിക്കകത്തിരുന്ന് വേർത്ത് കുളിച്ച് യാത്ര ചെയ്ത് കാണും, പക്ഷെ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് യൂത്തിന് പ്രത്യേകം ശാഠ്യത്തിന്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണ്ട, പക്ഷെ ശാഠ്യം വേണം. അതുപോലെ ശാഠ്യം വേണം. അത് വേണ്ടത് മാതാപിതാക്കളുടെ അടുക്കലല്ല. ആ ശാഠ്യം വേണ്ടത് എവിടെയാണെന്നറിയോ? നിന്റെ ദർശനം പൂർത്തിയാക്കാൻ. തോമസ് എഴുതിയൊരു വാക്കിന്, I was stubborn. ഹല്ലേലൂയ, ഞാൻ ശാഠ്യമെടുത്തു, ഞാൻ വാശിയെടുത്തു. എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ എനിക്കത് കിട്ടിയേ മതിയാകത്തുള്ളൂ. ചെന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തൊരു ഒരു സ്തോത്രം, ഒരു വിഷൻ അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ട്. ചെറുതൊന്നുമല്ലല്ലോ ഉണ്ട്. ഗസ് ചെയ്യുന്ന കണ്ട് കണ്ടില്ലേ? എന്നാ കണ്ട്? സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി. കരുമടിച്ച് കത്താൻ സാക്ഷിയാണ്. നാളെ താൻ ഒരു സ്ഥലത്ത് തന്നെ CV കൊടുത്തു. പക്ഷെ അന്നേരം തന്നെ ഡോക്യുമെന്റ്സ് സമയത്ത് കൊടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് അവിടെ ജോലിക്ക് വേറൊരാൾ കയറി. താനത് വിട്ടുകളഞ്ഞതാണ്. ഹല്ലേലൂയ. എന്നാൽ കഴിഞ്ഞ ദിവസം അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചു, അടുത്ത ആഴ്ചയിൽ അവിടെ ജോലിക്ക് കയറാൻ പോവാം. അന്ന് ഞായറാഴ്ച അവിടെ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞതിന് നിങ്ങൾ വിട്ടുകളഞ്ഞതിനെ കർത്താവ് കൈ തരാൻ പോവാ. 3-4 പേര് ഏറ്റെടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ. ഞാൻ പറയാം, ഇനി ഇവിടെ 2 പേരെ ഇവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. സ്വത്രം. ഓക്കെ, ജിനമോനെ നിർത്തിയിട്ടുണ്ട്, അനുദിനെ നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്വത്രം. ഇവിടെ സ്വത്രം ഒരു ആഗ്രഹം, ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ. ആ സ്വപ്നം നമ്മുടെ ഉള്ളിൽ വന്നു. പിന്നെ അടുത്ത എന്നാ ചെയ്യണ്ടേ? അതിനെ ഏറ്റു പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ സ്വത്രം. തോമച്ചൻ ഇവിടെ നിൽക്കുന്നു. തോമച്ചനെ ഇപ്പം ഞാൻ റെപ്രസെന്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. തോമച്ചൻ പറയാൻ തുടങ്ങി ലംബോർഗിനി വരും. ഹല്ലേലൂയ. ആ ആശയാണ് ജിനോമൻ അവിടെ നിൽക്കുന്നത്. ഇദ്ദേഹമാണ് ആശ. എന്താണ് ആശ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ആശ, അല്ലെങ്കിൽ പ്രത്യാശ, ആഗ്രഹം. ആഗ്രഹത്തിന്റെ പൂർത്തിയാണ്. ഇപ്പൊ ലംബോർഗിനി അവിടെ നിൽക്കാൻ വിചാരിച്ചു. ഹല്ലേലൂയ. ഇവിടെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് വാക്ക് ഇപ്പൊ അപ്പൊ നിങ്ങൾ ഇവിടെ അനന്തിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്ദ്രൻ. ഇതിനെ ആ വാക്ക് ഞാൻ വേറെ വാക്കൊന്നും എനിക്ക് കിട്ടിയില്ല. നിരാശ എന്ന് പറയാം. പക്ഷെ അത് വാക്ക് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. അദ്ദേഹം ഒരു അപ്പോസ്തലനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വതം ഈ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി ഇപ്പുറത്ത് നിൽക്കുന്നതാണെന്ന് നിരാശ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം കേവലം ഒരു സ്വപ്നമായിട്ട് അവസാനിച്ചു. ഹല്ലേലൂയ. ഇവിടെ പലർക്കും എന്ത് ചെയ്യുന്നത്? അവര് സ്വത്രം വാഗ്ദത്തം പറയാൻ തുടങ്ങുമ്പോൾ സ്വത്രം. ഹല്ലേലൂയ. ഇനി ജിനവൻ എന്ന് താഴോട്ടൊന്ന് ഇറങ്ങിക്കും. എന്റെ മുമ്പിൽ കൂടെ ഒന്ന് നടന്നു. നടന്നു സ്വത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യാ? നടന്നു. എന്ത് ചെയ്യാ? ഞാൻ എൻ്റെ ആഗ്രഹം അതിന് റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് എന്റെ ആഗ്രഹത്തെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എന്റെ വാഗ്ദത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആഗ്രഹത്തെ ഞാൻ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ആഗ്രഹത്തെ ഞാൻ ഹല്ലേലൂയ. എന്നാൽ ഇടയ്ക്ക് സ്വത്രം എന്ത് ചെയ്തു? ഞാൻ ആഗ്രഹിച്ചതിന് വിരോധമായി ഇപ്പൊ പറഞ്ഞ സിവിക്കിന്റെ AC പോയി. ഹല്ലേലൂയ. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്. എന്താ ചെയ്യുന്നത്? മോനെ, ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ഇതൊന്നും നിനക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ വലിയ വലിയ വീട്ടിൽ ജനിച്ച പിള്ളേർക്കുള്ളത്. ഹല്ലേലൂയ. ഇതൊന്നും നിനക്ക് മാടി വിളിച്ച നിങ്ങൾ ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വരും. ഹല്ലേലൂയ. ഇങ്ങോട്ട് വരുന്ന ഇതൊന്നും വിട്ട്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഈ ആഗ്രഹം വീണ്ടും ഞാൻ പറയാം. ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് ഇടയ്ക്കുള്ള സ്വന്തം അവിടെയാ പലരും ഇട്ടേച്ചു പോകുന്നത്. പലരും ആർക്കാ വാഗ്ദത്തം ഇഷ്ടമില്ലാത്ത, ആർക്കാ സ്വപ്നം ആഗ്രഹിക്കാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹത്തെ 2-3 ചുവട് വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ വിട്ടുകളയും. ഹല്ലേലൂയ. അടുത്ത വിട്ടുകളയരുത്, മടുത്തു പോകരുത്, പിന്നോട്ട് പോകരുത്. നിങ്ങളുടെ അടുത്ത ചുവടിൽ നിങ്ങളുടെ ആശ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നിന്റെ അടുത്ത ചുവടിൽ നിന്റെ സ്വപ്നം ഇരിപ്പുണ്ട്. കോംപ്രമൈസ് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്.
നീ ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കാൻ നിന്റെ കൂടെ പരിശുദ്ധാത്മാവിനിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് സ്തോത്രം 1-2 തവണ പറഞ്ഞു. ഇത് 1.5 വർഷം, 1-2 ദിവസമല്ല, 1.5 വർഷം. ഹല്ലേലൂയ. ആ AC ഇല്ലാത്ത വണ്ടിക്കകത്ത് ഇത്രയും തീരുമാനിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ പറയാം, ഒന്നുകൂടെ അടുത്തേക്ക് പറഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. 2 തനിക്ക് വേണം എന്തായിരുന്നു, ഒരു കൊറോള എടുക്കായിരുന്നു, ഉള്ള കാശ് വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ തന്നെ മുന്നേറിയ ഇന്ന് ഞാൻ ഇന്ന് ഇന്ന് നിങ്ങൾ സ്വപ്നം കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ 2 കാര്യം ചെയ്യും. ഒന്നെങ്കിൽ ഇതിനെ ഇവിടെ ഇട്ടേച്ച് പോകാം. ഞങ്ങൾ പലപ്പോഴും ഈ സഭായൊക്കെ കഴിയുമ്പോഴത്തേക്കിനും മീറ്റിംഗ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഹോളൊക്കെ ഞങ്ങൾ കസേരയൊക്കെ അടുക്കി വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മെസ്സേജുകൾ കിട്ടും. ഹല്ലേലൂയ. മനസ്സിലായില്ലല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾ ആ കസേരയൊക്കെ അടക്കി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എത്ര മെസ്സേജ് കിട്ടുമെന്നറിയാം. ഏതാ മെസ്സേജ് എന്നറിയാം? അന്ന് ദൈവദാസൻ പറഞ്ഞ വാക്യങ്ങൾ മുഴുവൻ എഴുതി വെച്ച പേപ്പർ അവിടെ തന്നെ ഹോള് പോലും വിട്ടുപോയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, നിരന്തരമായ സ്തോത്രം, പവർഫുൾ കണ്ടിന്യൂവൽ കൺഫെഷൻ ക്യാൻ ബ്രേക്ക് എനി റോക്ക്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര പാറ പോലെ വിഷയമാണെങ്കിലും അതിനെ നീ നിരന്തരമായ ശക്തമായ കണ്ടിന്യൂവൽ പവർഫുൾ കൺഫെഷൻ ക്യാൻ ബ്രേക്ക് എനി റോക്ക് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. പറഞ്ഞേ, പവർഫുൾ കണ്ടിന്യൂസ് കൺഫെഷൻ. ഹല്ലേലൂയ. സാഹചര്യം എന്നെ ഒന്ന് ഇങ്ങനെ എന്നെ ഒന്ന് പിടിച്ചു നോക്കി ഇങ്ങനെ ഒത്തിരി കണ്ട. ഹല്ലേലൂയ. സാഹചര്യം നിരാശ കൊണ്ട് എന്ത് ചെയ്യും? ഹല്ലേലൂയ. മൂടും. ചിന്തകൾ വന്ന് നിന്നെ മൂടുമ്പോൾ അവിടെയാ പോരാട്ടം. ഞാൻ പിന്നെ പറയാം, പോരാട്ടം വെളിയിലല്ല. അതുപോലെ പോരാട്ടം വെളിയിലല്ല, അകത്താ. വെളിയിലുള്ള മുഴുവൻ ശത്രുക്കളെയും കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. ഇന്ന് നിന്റെ അകത്ത് പിശാചി ഇടുക്കം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഷാജി പറയാ, സ്തോത്രം, നിന്റെ അപ്പനോ വല്യപ്പനോ ഒന്നും ലംബോർഗിനി സ്വപ്നം പോലും കണ്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ അപ്പൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നത് നിനക്കെങ്ങനെ ഇത് പറയാൻ സാധിക്കും? ഹല്ലേലൂയ. നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, ചിന്തകൾ അകത്ത് വരുമ്പോൾ എന്ന് അകത്ത് എന്ത് ചെയ്യണം? അകത്ത് അതിനെ പൊട്ടിക്കണം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എന്റെ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. ഇല്ല, എന്റെ ആഗ്രഹത്തെ ഞാൻ നിറവേറ്റും. ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്നത് എന്താണെന്ന് പറയുക, ഞാനിങ്ങനെ നിൽക്കുമ്പം ഇത് ഇങ്ങോട്ട് വന്ന് മോനെ. ഹല്ലേലൂയ. ദൈവം ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ചെയ്യാൻ ചിലവുണ്ട്. പലരും കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുക. ഹല്ലേലൂയ. ലംബോർഗിനി സ്വപ്നം കണ്ട് വീട്ടിലിരിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. താൻ ചെയ്തെന്താണ്? താൻ ആഗ്രഹിച്ചപ്പോൾ അവസരങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ആദ്യമേ വന്നത് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ സൂപ്പർ മാർക്കറ്റ് കൂടി ഇങ്ങോട്ട് വന്നു. തുടർന്ന് അടുത്ത സൂപ്പർ മാർക്കറ്റ് വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വന്തം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങളെ കർത്താവ് ഒരുക്കി തരും, സാധ്യതകളെ കർത്താവ് ഒരുക്കി തരും. ഒന്നിനോടൊന്ന് ചേർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ആദ്യത്തെ ചുവടാ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ആഗ്രഹത്തെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തകർന്ന ഒരു പഴയ മെസ്സേജ് കേട്ടോണ്ടാണ്. ആ തകർ പറഞ്ഞ ഒരു വാക്കിങ്ങനെയായിരുന്നു. സ്തോത്രം. ഈ തകർ പറഞ്ഞ ഈ ആശ പറയുന്നത് സ്തോത്രം ഏറ്റവും വലിയൊരു എന്നാ അറിയോ, ഈ നമ്മളെ മടിയരാക്കുന്ന ഒരു സാധനം. എന്ന് പറഞ്ഞാൽ നാളെ അത് നടക്കുമായിരിക്കും, അപ്പൊ ഞാനൊന്നും ചെയ്യണ്ടല്ലോ. ഹല്ലേലൂയ. വിട്ടിരുന്നത് അവിടെ സ്തോത്രം എന്ത് ചെയ്യാ, എന്നോ നടക്കുമെന്നുള്ള വിചാരത്തിൽ നമ്മൾ അതിനെ അങ്ങ് മറ്റന്നാള് നാളെ എന്ന് പറഞ്ഞു പോവാം. പക്ഷേ വിശ്വാസം നാളെയല്ല, വിശ്വാസം ഇന്ന്. ഹല്ലേലൂയ. വിശ്വാസം ഇന്ന്. അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഈ നാളെ നിൽക്കുന്ന ആശയം എന്ത് ചെയ്യും? വിശ്വാസം ചെന്ന് പറഞ്ഞത് കൊങ്ങയ്ക്ക് പിടിക്കുന്നത്, ഞാൻ പിടിക്കുന്നില്ല. ഹല്ലേലൂയ. നിക്കട അവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവനെ പിടിക്കും. ഹല്ലേലൂയ. പിടിക്കാൻ റെഡിയാണോ നിങ്ങളുടെ സ്വപ്നത്തെ? നിങ്ങളുടെ സ്വപ്നത്തെ പിടിക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ. ഒന്നും പറയാം, വിട്ടുപോകരുത്, ഇട്ടേച്ചു പോകരുത്, നിരാശപ്പെടരുത്. അതിന്റെ മധ്യത്തിൽ പല കാര്യങ്ങളും വന്നേക്കാം. നിങ്ങളെ മടുപ്പിക്കുന്ന കാര്യങ്ങൾ വന്നേക്കാം. ഇട്ടേച്ച് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അവിടെയാ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഞാൻ പറയാം, ഇന്നിത് നിങ്ങൾ ഗൗരവത്തോടെ എടുത്താൽ, ഹല്ലേലൂയ,
ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ചാമ്പ്യൻ ആകുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്, ലംബോർഗിനി കിട്ടിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കത്തെ കാര്യം, അവിടെ അതിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. ഒന്നുകൂടെ അടുത്തേക്ക് പറയാം, സ്ഥിരോത്സാഹം, കണ്ടിന്യൂ ചെയ്യണം, സ്ഥിരമായി. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാളുകൾ കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ സാക്ഷി, നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും മുമ്പിൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തമാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ദർശനത്തെ നിങ്ങൾ പറയാൻ തുടങ്ങണം. ഓരോ ദിവസവും അത് ഏറ്റു പറയാൻ തുടങ്ങണം. നിങ്ങളുടെ സാഹചര്യത്തെ നോക്കരുത്. സ്തോത്രം. നിങ്ങളുടെ സ്തോത്രം. ഇപ്പം ഈ മോന്റെ അതേ സാഹചര്യത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളെ നോക്കി അവരെങ്ങും എത്തിയിട്ടില്ല. അവരുടെ സാഹചര്യം അല്ല. ടഗോർ പണ്ട് പറയായിരുന്നു, വീട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങൾ പണ്ട് കുഞ്ഞിനെ പറയുമ്പോൾ, ഇടാ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അല്ല, അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ടാറ്റയുടെ ഷെയർ എടുക്കാൻ നോക്കുമ്പോൾ പറഞ്ഞില്ല, അതൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഇന്ന് അത് ചിന്തിക്കാൻ കഴിവുള്ള രീതിയിലാണ്. ഈ തോമസ് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് താൻ അവിടെ നിന്ന് ലംബോർഗിനി ആഗ്രഹിക്കുക? ലംബോർഗിനിയുടെ വലിപ്പം പറയുകയാണ് കേട്ടോ, അതിലും വലുതൊക്കെ ഇനി വരാനുള്ളൂ അല്ലേ? അതൊക്കെ ഒരു കാലത്ത് കിടക്കും സാറിന്. ഞാൻ പറഞ്ഞത് അത് ആഗ്രഹിക്കാനുള്ള കാരണം എന്താ? കാരണം പ്രൈവറ്റ് ജെറ്റ് വരുമെന്ന് പറയുന്ന ഒരു അപ്പോസ്തലന്റെ വാക്ക് അകത്ത് കിട്ടിയ വിശാലത. ഹല്ലേലൂയ. ഒന്നുകൂടെ അടുത്തേക്ക് നിങ്ങളുടെ യേശു എന്ന് മാത്രം വലുതാണെന്ന് ചോദിച്ചത്. ഇന്ന് നിങ്ങൾ കണ്ട സ്വപ്നത്തെക്കാളും വലുതാണോ നിങ്ങളുടെ യേശു? ആണോ? അങ്ങനെയാണെങ്കിൽ അത് നടന്നില്ല. എത്ര വലുതായിട്ട് കർത്താവിനെ കാണുമോ അത്രയും വലുതായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് പറയാം, ചുവടുകൾ വെക്കും. ഹല്ലേലൂയ. ഒരു ദിവസം എന്ത് ചെയ്യും? ഞാൻ എൻ്റെ സ്വപ്നത്തെ, ഹല്ലേലൂയ, അന്ന് ലോകം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കും. നമ്മളല്ലേ ഇദ്ദേഹത്തിന് വണ്ടിയുടെ AC കേടായപ്പം അദ്ദേഹം വേർത്ത് വിളിച്ച് പോയപ്പോൾ നമ്മളാരും വണ്ടിക്കകത്തില്ലായിരുന്നു, പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഒറ്റയ്ക്ക് അവിടെ നിന്നതുകൊണ്ടാണ് ഇന്ന് ട്രോഫി ആയിട്ട് നിൽക്കുന്നത്. ഒരു ഒളിമ്പിക്സിനൊക്കെ ഓട്ടം ഓടുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പം എല്ലാവരും സ്ക്രീനിലും പത്രത്തിലെല്ലാം വരും. പക്ഷേ എത്രയോ രാത്രികളിൽ ആരും അവരെ പ്രോത്സാഹിപ്പിക്കാനില്ലാത്തപ്പോൾ അവർ ഹല്ലേലൂയ അവിടെ ഓടിയത് കൊണ്ടാണ് നിങ്ങൾ നിരന്തരമായ ഉത്സാഹം. ഒരിടത്തിൽ പറയാം, നിരന്തരമായി ഇന്ന് തീരുമാനിക്കണം, ഈ വർഷത്തെ ടോപ്പർ ഞാനായിരിക്കും. സ്കൂൾ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഇനി ചുരുങ്ങിയ മാസങ്ങളേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഓരോ ദിവസവും എൻ്റെ കർത്താവ് ഇന്ന് കേട്ട സാക്ഷ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദിവസം ഒന്ന് എഴുതേക്കാം. കർത്താവിൻ്റെ വളരെ ശക്തമായ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എനിക്കറിയാം, ഇന്ന് ചിലരുടെ അകത്തൊരു കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ട്, ചിലരുടെ അകത്തൊന്നൊരു വിശാലത കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം, തീരുമാനം നമ്മുടെ വേണമെങ്കിൽ ഒതുങ്ങാം, പക്ഷെ വിശാലമായിട്ട് പോകാം. എത്ര പേര് പറയും, കർത്താവ് എനിക്ക് ഒതുങ്ങണ്ട, അങ്ങ് ആഗ്രഹിക്കുന്ന വിശാലത വേണമെങ്കിൽ ഒരു സാധാരണ വിശ്വാസിയുടെ ജീവിതം തീർക്കണം. ഇല്ല, എനിക്ക് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അപ്പോസ്തലൻ. ഞാൻ ഇങ്ങനെ ഒരു യൂത്ത് മീറ്റിംഗ് നടക്കുന്നൊക്കെ ദിവസങ്ങൾക്കുണ്ടായിരുന്നു തീരുമാനിച്ചു. ഈ മോൻ ഇവിടെ വരുമെന്നൊന്നും യാതൊരു, എല്ലാം കർത്താവ് എത്ര ബെസ്റ്റായിട്ടാണ് ഇന്ന് ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ചിത്രങ്ങൾ കർത്താവ് നിങ്ങളുടെ അകത്ത്. പിശാച് മനഃപൂർവ്വമായി നിന്റെ സാഹചര്യത്തെ നിന്റെ അകത്തോട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ അത് കാണരുത്. കർത്താവ് നിനക്ക് വേണ്ടി വെച്ച വിശാലത കണ്ടേ. നിരാശ എന്താ ചെയ്യുന്നത്? നിരാശ എന്റെ തല കുനിച്ച് എന്റെ സാഹചര്യത്തിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യണം? അതിനെ പൊട്ടിച്ച് കർത്താവ് ഇരിക്കുന്ന വിശാലത നിൽക്കണം. ഹല്ലേലൂയ. നിന്റെ സാഹചര്യത്തെ നോക്കി, നിന്റെ മാതാപിതാക്കൾ എങ്ങനെയല്ലേ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ കൂടെ പഠിച്ച പിള്ളേർ എങ്ങനെയല്ലേ? നീ ആ കുഞ്ഞ് ഗവൺമെന്റ് സ്കൂളിലല്ലേ പഠിച്ചത്? ഇപ്പൊ പിന്നെ അങ്ങനെ പറയാനല്ലേ, ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ. ഹല്ലേലൂയ. എന്നാൽ അവിടെ നോക്കാതെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയ വിശാല. കുഞ്ഞുങ്ങളെ ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങളെ ഒതുക്കാൻ ലോകത്തിൽ ആർക്കും പറ്റുന്നില്ല. അകത്തിടുക്കന്മാരാതിരുന്നാൽ, അകത്ത് വിശാലത കാണാൻ ധൈര്യമുണ്ടെങ്കിൽ, വലിയ സ്വപ്നം കാണാനായിട്ട് ധൈര്യം കാണിക്കുക, ധൈര്യശാലിയാക്കുക, ധൈര്യത്തോടെ മുന്നേറാൻ
ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം. സ്തോത്രം. ഞാൻ പറയല്ലോ, ഞങ്ങൾ നഗറിൽ പോയ സമയത്ത് കുറെ പട്ടികൾ ഞങ്ങളുടെ വഴി കയറി നിന്നു. ഇവർ വഴി ബ്ലോക്ക് ചെയ്യുക, നടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ശക്തമായിട്ട് കാലൊന്ന് നിലത്ത് ചവിട്ടിയപ്പം ഈ പട്ടി ഭയന്നു. അതിന്റെ കണ്ണി ഭയമാണ്. പണ്ട് എറിഞ്ഞു ഓടിച്ചതിനൊക്കെ അനുഭവങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് വരിക. അത് ഞാൻ മുമ്പോട്ട് ഇങ്ങനെ കാല് വെച്ചപ്പോൾ അത് പുറകോട്ട് പോയി. അതുങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചാൽ പോക്ക് നടക്കാല്ല. 10-20 ഉണ്ട്, പക്ഷെ 20 ഒരുപോലെ പുറകോട്ട് പോകുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, മോനെ നീ ആ പട്ടിയുടെ കണ്ണിന്റെ അകത്ത് ഭയം കണ്ടല്ലേ, എന്നാൽ ഒരു സിംഹത്തിന്റെ കണ്ണിന്റെ അകത്ത് നിനക്ക് ഭയം കാണാമോ? കാണത്തില്ല. അവന് ഭയപ്പെടാൻ അറിയത്തില്ല. ഭയമെന്ന വികാരം അവനില്ല. ഇന്ന് ഞാൻ പറയും, എന്റെ നിങ്ങളുടെ അകത്തിരിക്കുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ നീ ഭയപ്പെടരുത്. ഭയം നിനക്കുള്ളതല്ല. നീ വീണ്ടും ജനിച്ചത് ധൈര്യത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. ധൈര്യത്തിന്റെ ആത്മാവായിട്ടിരിക്കുന്നത്. ധൈര്യത്തോടെ പല വിഷയങ്ങളിൽ നിന്നും ആൾക്കാർ ഇന്ന് ഓടി വിളിക്കുക, അങ്ങോട്ട് പോകത്തു പോലുമില്ല. ആരോ കേട്ടുകേൾവി കാരണം പോലും എത്തി നോക്കിയിട്ടില്ല. ആരോ ചുമ്മാ പറഞ്ഞത് അങ്ങോട്ട് പോകേണ്ടത്. പക്ഷേ നീ ധൈര്യത്തോടെ അവിടെ ചെന്നേ, നിനക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുത വാതിലായിരിക്കണം. അട്ടിക്കുന്നവർ പറയാം, സിംഹത്തിന്റെ കണ്ണി ഭയമില്ല. എന്താ പറയാ, അകത്തിരിക്കുന്ന പൂച്ചക്കുട്ടിയല്ല. ഞങ്ങൾ പറയുന്നല്ലേ, ക്രൈം ക്യാറ്റ് അല്ല, റോവിംഗ് ലയൺ ആയിരിക്കും. അമ്മേ ഹല്ലേലൂയ. അതുകൊണ്ട് തല കുനിച്ച് നടക്കേണ്ടവരല്ല, നല്ല തല ഉയർത്തി നടക്കേണ്ടവരാ. അതിലേക്ക് പറയാം, നല്ല തല ഉയർത്തി. ഹല്ലേലൂയ. വീണ്ടും പറയാം, നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ ടീച്ചർമാർ പറഞ്ഞാണ് നിന്നെ കൊള്ളത്തില്ല. നിന്റെ തല താട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ല, അവിടെ തല ഉയർത്തേ. അതേ ടീച്ചറിനെ കൊണ്ട് തിരിച്ചു പറയിക്കുക എന്നുള്ളതാ ഒരു ചലഞ്ചായിട്ട് എടുക്കണം. ഒരു ചലഞ്ചായിട്ട് എടുക്കണം. അതേ ടീച്ചർ തന്നെ അവിടെ നിന്ന് എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടല്ലേ, എത്രയോ സാക്ഷ്യങ്ങൾ അതുകൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ജനതാവിനെ സ്വന്തം ചെയ്താട്ടെ. ഒന്ന് എഴുതിക്കുന്നത്, പവർഫുൾ ആൻഡ് കണ്ടിന്യൂവൽ കൺഫെഷൻ ക്യാൻ ബ്രേക്ക് എനിവൺ. പറഞ്ഞ നിരന്തരമായ ശക്തമായ ഏറ്റുപറച്ചിൽ ഏത് പാറയും പൊടിച്ചു കളയാം. നമുക്കറിയാം, കർത്താവ് നിങ്ങൾ ഈ മലയോട് കൽപ്പിച്ചാൽ അത് നീങ്ങി ഒരു പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. തകട പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തകട പറയാണ്, അതിനെ പറഞ്ഞ് അവസാനം ആ മല നാണം കിട്ടോടണം. പറഞ്ഞ് അവനെ കൊണ്ട് ചാടിക്കണം. ഞാൻ ഇപ്പൊ ഈ മൈക്ക് ഉണ്ടാക്കിയ കമ്പനി, മൈക്ക് ഉണ്ടാക്കിയ കമ്പനി ഈ മൈക്കിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കത്തില്ലേ? മാനുഫാക്ചർ പറയുന്നത് കറക്റ്റ് ആയിരിക്കും? ആർക്കൊന്നും പറയുന്നില്ലേ? കമ്പനി പറഞ്ഞാൽ കറക്റ്റ് ആണോ? ഈ ബൈക്കിനെ കുറിച്ച് കമ്പനി എന്ന് പറഞ്ഞാലും കറക്റ്റാ. ഈ ടിവിയെ കുറിച്ച് പറഞ്ഞാൽ കറക്റ്റ് ആണോ? ശരിയാണോ? അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടൊരു വാക്ക് പറയുമ്പോൾ ഈ മല മാറിപ്പോകും പറഞ്ഞ ആ മലയെ സൃഷ്ടിച്ച സൃഷ്ടാവ് അതിനോട് സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടാവിന് കറക്റ്റ് മർമ്മം അറിയാം. മാനുഫാക്ചർ പറയുന്നത് തെറ്റിപ്പോകത്തില്ല. പിടികിട്ടിയവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. മലയെ വചനം കൊണ്ട് ഉണ്ടാക്കിയവനാ പറഞ്ഞത്, നിന്റെ ഒരു വാക്കിന്റെ മേലെ ആ മല നീങ്ങിപ്പോ. കേട്ട മാനുഫാക്ചർ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മലയെ ഉണ്ടാക്കിയ ആൾ പറഞ്ഞു, നീ വാക്ക് പറഞ്ഞാൽ പോയിരിക്കും. അമ്മേ. എന്നാൽ ഒരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യം പറഞ്ഞു പോയില്ല, നിരന്തരമായി ഇന്നോട്ട് വാഗ്ദത്തങ്ങൾ തന്നെ പറയണം. അതിന് വിരോധമായ സാഹചര്യം കണ്ടാലും വിട്ടുകൊടുക്കരുത്. അവിടെ നിന്ന് പറയണം, ഇല്ല, അത്ഭുതം നടക്കണം. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ലംബോർഗിനിയുടെ സാക്ഷ്യം കേട്ടെങ്കിൽ ഇന്ന് സച്ചിൻ പറഞ്ഞതുപോലെ മനോഹരമായ ഒരു ചർച്ചിന്റെ ബിൽഡിങ്, പിന്നെ ഇവിടെ മുഴുവൻ പോർഷെ, റോൾസ് റോയ്സ്, ബെൻസ്, ലംബോർഗിനിയൊക്കെ ഇങ്ങനെ കിടക്കും. ഹല്ലേലൂയ. ആശയല്ല കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു. വിശ്വാസം ആശയം ഓടിച്ചിട്ട് പിടിക്കും. അടുത്തേക്ക് വരാം, ആശയം ഓടിച്ചിട്ട് പിടിക്കും. ദയവായിട്ട് ആശയം എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യമല്ല പറയുന്നത്. ഒന്നിനപ്പുറത്തെന്ന് പറയാം, നിരാശ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടെന്ന് പറയാം. നിരാശ നിങ്ങളെ മാടി വിളിച്ചോണ്ട് പഠിങ്ങി പോലെ എന്തിനായി ആവശ്യമില്ലാത്തൊക്കെ പണിക്ക് പോകുന്നത്? ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞതൊക്കെ പോരെ? അല്ല. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ ആ ലംബോർഗിനിയുടെ മൂളിൽ കയറി നിന്നുമാണ് കർത്താവിനെ. ഇത് തന്നെ എന്റെ കർത്താവ് തമസനായി ഇതുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം എല്ലാം ഓടി നടന്ന സാക്ഷ്യം പറയാൻ. ഹല്ലേലൂയ. സ്വത്രം. ദിവസം ഫ്ലൈറ്റ് വരുന്നേ, എയർപോർട്ട് വരുന്നേ. ശരി, ഇതാ ഞാൻ പറഞ്ഞത്, നിർത്തരുത്, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടിന്യൂവൽ കൺഫെഷൻ എല്ലാ ദിവസവും. നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ലേ? അത് കണ്ടുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം നിങ്ങൾ അവിടെ എത്തും. ഒരു ദിവസം നിങ്ങൾ അതിനെ പിടിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദിവസം ഫ്ലൈറ്റ് വരുന്നേ, ബ്ലോസം ഷിപ്പ് കിടക്കുന്നത് കണ്ടോ? തൊണ്ണൂറ്റിയഞ്ചിൽ 96 തങ്ങുതാത് നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുകളിൽ കിടന്ന ശൂന്യമായ സ്റ്റേഡിയത്തെ നോക്കി പറഞ്ഞു, യേശുവെ ജീവിക്കണം. ഇന്ന് ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ കാണണം. അവിടെ കിടക്കുന്ന ഷിപ്പുകൾ, ക്രൂയിസ് ഷിപ്പുകൾ, അതിൽ വേണം നമുക്ക് ടീമായിട്ട് ലോക രാജ്യങ്ങളിലേക്ക് പോകാം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും സാധിക്കും. എന്നെ അനുഭവിക്കുന്നവൻ ഈ ലോകത്തുള്ളവരെക്കാൾ ദർശനത്തെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ ഒരു കാര്യത്തോടെ പറയാം. ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിരന്തരമായ കൺഫെഷൻ. 2, സ്തോത്രം, ഈ ദർശനത്തോട് ചേരുന്ന പാർട്ടികളായിട്ട് കൈ കൊടുക്കണം. യാങ്ക്ലോസിന്റെ വീട്ടിൽ മോള് മരിച്ചു കിടക്കുക. യേശു ചെന്നപ്പോൾ യേശു ചെയ്തെന്നറിയാം, 3 പേരെ അകത്ത് കയറ്റിയുള്ളൂ. പത്രോസിനെ, യോഹന്നാനെ, യാക്കോബ്. ഒരു മരിച്ചയാളുടെ ഉയർപ്പ് കാണാൻ എല്ലാവർക്കും ആഗ്രഹം കാണുന്നില്ലേ? എന്തുകൊണ്ട് യേശു 12 ശിഷ്യന്മാരെ കയറ്റാഞ്ഞേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. താൻ ഉയർത്തെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത, ഞാൻ തൊട്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ തോമസിനെ കയറ്റിയില്ല. പിടികിട്ടുന്നുണ്ടോ? എവിടെ നിന്നു? തന്റെ ദർശനത്തോട് തന്നെ ഫ്യൂവല് ചെയ്യുന്ന. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇടുക്കിയിലെ കണ്ണം ബ്രദർ +2 പഠിക്കുമ്പോൾ നല്ലൊരു ടോയ്ലറ്റ് വീട്ടിലില്ല. ആ അവസ്ഥയിൽ കിടക്കുന്ന, വണ്ടിയില്ല, സൈക്കിളില്ല, ബിസിനസ്സില്ല, ഒന്നുമില്ല. പക്ഷേ തങ്ങളുടെ ജെറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് എന്താ അറിയോ? ഒരാളെ എടാ എന്റെ ജെറ്റ് വരുന്നെന്ന് പറയും. ഉടനെ അടുത്ത എടാ എന്റെ എയർപോർട്ടിൽ എന്ത് ചെയ്യാവുള്ളൂ. ഒരാൾ പറയും എന്റെ ജെറ്റ് വരുന്നുണ്ട്, അടുത്ത ആൾ പറയും എടാ എന്റെ എയർപോർട്ടിലെ പാർക്ക് ചെയ്യാവുള്ളൂ. മൂന്നാമത്തെ ആൾ വന്നിട്ട് പറയുന്നറിയോ? എടാ എന്റെ കമ്പനിയിലെ വാങ്ങിക്കാവുള്ളൂ. അങ്ങനെ പറയുന്നവരെ വീട്ടിൽ തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ലായിരിക്കാം, പക്ഷെ നിന്റെ ദർശനം നിന്റെ ഉയരങ്ങളിലേക്ക് പൈസ ഇല്ലാത്ത ആളല്ല ദരിദ്രൻ, ദർശനമില്ലാത്ത ആളാണ്. ഹല്ലേലൂയ, ആമേൻ. ഒരു പക്ഷെ ഇന്ന് നിന്റെ ദർശനം നാട്ടുകാർ നിന്നെ കളിയാക്കുന്നുണ്ടായിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് സഹോദരന്മാർ, അല്ലെങ്കിൽ ഒരു ദിവസം മനുഷ്യൻ പറക്കുമെന്ന് പറഞ്ഞു, അന്ന് വിമാനം കണ്ടുപിടിച്ചില്ല. അവര് പറക്കുമെന്ന് പറഞ്ഞ് നാട്ടുകാർ അവർ കളിയാക്കി. മനുഷ്യൻ പറക്കാൻ പോകല്ലേ? ഹല്ലേലൂയ. എന്നാൽ അവരുടെ ദർശനം പൂർത്തിയായപ്പോൾ ഇന്ന് അമേരിക്കയിലോട്ട് തോമസ് പോകുമ്പത്തിന് പായ്ക്കപ്പലെ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. ഹല്ലേലൂയ. ഇന്നത് യാഥാർത്ഥ്യമാണ്.
അത് മണ്ടത്തരമായിരുന്നു. ഇന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് നീ പറയുന്നത് പലർക്കും മണ്ടത്തരമാണെന്ന് തോന്നും. പക്ഷെ നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുമ്പോൾ അന്നത് യാഥാർത്ഥ്യമായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാ. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം, ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം, അദ്ദേഹം ഒരു അനാഥാലയത്തിൽ പഠിച്ച മദ്രസയിലാണ് പഠിച്ചത്. വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തിയത് എങ്ങനെയാണെന്നറിയോ? സൈക്കിളിൽ കൊണ്ടുപോയി പത്രം കിട്ടണം. പക്ഷെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ തങ്ങളോട് പറഞ്ഞു കേട്ടതാ, ഇത് ഒരു ഫൈറ്റ് ഇങ്ങനെ ഇദ്ദേഹത്തിന് തലയുടെ മുകളിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഇതിന്റെ ടെക്നോളജി പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി സൈക്കിളെ പത്രം കൊണ്ടിട്ടിരിക്കുന്ന ഒരു പയ്യൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണോ അവിടെ നിന്ന് ദൈവം അദ്ദേഹത്തെ എവിടെയാക്കിയെന്നറിയാമോ? അദ്ദേഹം സ്തോത്രം ഇന്ത്യയുടെ ഹല്ലേലൂയ സ്തോത്രം അഗ്നി എന്ന് പറയുന്ന മിസൈൽ അതിന്റെ മുഴുവൻ ബ്രെയിനും അദ്ദേഹത്തിന് ഹല്ലേലൂയ ഒരു ഫ്ലൈറ്റിന്റെ ടെക്നോളജി പഠിക്കണമെന്ന് ആഗ്രഹിച്ചോളൂ. പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് ആയി തീർന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തിന് ഇത്രയും അദ്ദേഹത്തെ ഉയർത്താമെങ്കിൽ ഇന്ന് സഹായകനായി പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ നിൽക്കുമ്പോൾ സഹായകനായി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ഏത് ഉയരങ്ങൾ ഏത് ഉയരത്തെ നിനക്ക് പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. നസ്രത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ ഏറ്റവും തള്ളിക്കളഞ്ഞ ദേശമായിരുന്നു. നസ്രത്തിൽ നിന്ന് ഒരു നന്മ. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ലോകത്തിന്റെ രക്ഷകൻ വരുന്നെങ്കിൽ അവിടുന്ന് തന്നെ. ലോകത്തെ മുഴുവൻ നസ്രത്ത് അറിയപ്പെട്ടു. നസ്രത്തുകാരനാകുന്ന യേശു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്റെ നാടും ഈ ദേശവും എല്ലാവരും തള്ളിയിട്ടിരിക്കുന്നതായിരിക്കും. ഒരു നന്മയും വരുന്നില്ലെന്നായിരിക്കാം. എന്നാൽ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ഏറ്റവും വലുത്. വൈക്കത്തിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരും ഏറ്റവും വലിയ പ്രവാചകന്മാരും ലോകത്തെ കീഴ്മേൽ നൽകുന്ന ശുശ്രൂഷകരും. ഹല്ലേലൂയ. നിന്റെ ദേശം നിന്നെ ഒതുക്കി കളയരുത്. നിന്റെ സാഹചര്യം നിന്നെ ഒതുക്കി കളയരുത്. ഹല്ലേലൂയ. അടുത്തേക്ക് പറയാം, ഒന്നുകൂടെ പറയാം, നെവർ കോംപ്രമൈസ്. ഹല്ലേലൂയ. കോംപ്രമൈസ് ചെയ്യരുത്. ദർശനത്തെ മുറുകെ പിടിക്കുക. ആമേൻ, ആമേൻ. അങ്ങനെയാണെങ്കിൽ 2023 തന്നെ യാത്രകൾ ആരംഭിക്കും. പറയാം, നീ പോയി പറയാൻ പറ്റും. ഷർട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ധരിക്കാനുള്ള സൂട്ടും ഒക്കെ ഏതോ കടയിൽ നിങ്ങളെ മാടി വിളിച്ചോണ്ടിരിക്കും. നിങ്ങൾ ധരിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ബാബ എന്നാ വരുന്നെന്ന് ചോദിച്ചിരിപ്പുണ്ട്. ലംബോർഗിനി എവിടെ നിന്ന് തോമാച്ച എന്നാ വരുന്നെന്ന് ചോദിച്ചോണ്ടിരുന്ന പോലെ പറഞ്ഞത് ഇത് എവിടെ നിന്നറിയാം? ഇന്തോനേഷ്യയിലെ ഫ്ലൈറ്റ്. എറിയാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്തിലെ ഒരു എറിയാളെന്ന്. ഹല്ലേലൂയ. ആ ദേശത്തിൽ കുഗ്രാമത്തിൽ ജീവിതത്തിൽ തന്നെ എന്നെ ഒരു ഒതുങ്ങിപ്പോകുന്ന വെച്ച വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ. അതുപോലെ പിശാചിന്റെ അകത്ത് ഒതുക്കങ്ങൾ തന്നു. ഞാൻ പെട്ടെന്ന് സമയമായിട്ട് ചുരുക്കി പറയാം. എൻ്റെ പപ്പ ഇന്ന് കർത്താവിന് സന്നിധിയില്ല. പക്ഷെ പപ്പ അന്ന് വിശ്വാസം അല്ല എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയത്തില്ല. അദ്ദേഹം കുറേ കൂട്ടുകാരുണ്ട്. ഈ കൂട്ടുകാരൊക്കെ വലിയ ലക്ഷണങ്ങൾ വിശ്വസിക്കുന്നവരായിരുന്നു. ചില ലക്ഷണങ്ങൾ പണ്ട് നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന്റെ 8 പിള്ളേരുണ്ടായപ്പോൾ ഒരു ജ്യോത്സ്യം പറഞ്ഞില്ലേ, മോനാ പ്രശ്നം. അങ്ങനെ മോനെ ഭയങ്കരമായിട്ട് ആരാധിച്ചു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒപ്പം നോർത്ത് ഇന്ത്യ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായി അധികം താമസിക്കുന്നതിന് മുമ്പ് ഗുജറാത്തിലായിരുന്നു. അവിടെ വലിയ വിഷയമുണ്ടായി. അവിടെ വലിയ റൈറ്റുണ്ടായി. ഭയങ്കര വിഷയമുണ്ടായി. അവസാനം എൻ്റെ മമ്മിയും എൻ്റെ ചേച്ചിയും അവർക്കൂടെ നിൽക്കാൻ പറ്റും. ചില ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റില്ല, കുന്നുകളെ അതുപോലത്തെ സാഹചര്യം. നാട്ടിലോട്ട് വിട്ടു. അന്നേരം തന്നെ പപ്പായിക്ക് പുള്ളി ചില ഇങ്ങേര് വന്നതുകൊണ്ടാണ് ഈ പുള്ളി. ഹല്ലേലൂയ. പിടിയിട്ടുന്നുണ്ടോ? ചില ലക്ഷണങ്ങൾ അകത്തോട്ട് ചില ചിന്തകൾ തരാം. അത് കഴിഞ്ഞ് പപ്പ റിട്ടയർഡ് ആകുന്ന സമയത്ത്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, റിട്ടയർഡായ സമയത്ത് ഞാൻ ഇത്രയും പറയുന്നത് നിങ്ങളുടെ വിശാലത അകത്ത് വരാൻ വേണ്ടി. പറയുന്ന സമയത്ത് പപ്പ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പറയുമായിരുന്നു, എൻ്റെ ഈ റിട്ടയർഡ് ആണെന്ന് എനിക്കറിയാം, ഇൻകം കുറയും, ആവശ്യങ്ങൾക്ക് നിറവേറ്റാനായിട്ട് ഫൈനാൻഷ്യൽ ടൈറ്റ് വരാൻ തുടങ്ങിയപ്പോഴത്തേനും പപ്പ ഇങ്ങനെ പറയുന്നു, എൻ്റെ മോളുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല എന്ന്. എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവും. അപ്പൊ എന്റെ ഉള്ളിൽ വന്നു, എൻ്റെ
ഞാൻ വന്നുകൊണ്ടാണോ ഇതെല്ലാം? ചുരുക്കി പറഞ്ഞാൽ ഒതുങ്ങി. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ തന്നെ ചിന്ത വരാൻ തുടങ്ങി, ഇതെന്താ ഞാൻ അങ്ങനെ ഒരു അനുഗ്രഹമല്ല. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എറിയാടെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പിശാച് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയാ കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറഞ്ഞത്, ചില സാഹചര്യങ്ങൾ നിന്നെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഒതുക്കം പൊട്ടിച്ച്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇത് ഇന്തോനേഷ്യയിൽ നോക്കതേ ഇടാൻ വേണ്ടി ഷർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും. ലോക രാജ്യങ്ങളിൽ നിന്ന് നിനക്കുള്ളത് ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഉടുപ്പ് അവർ വന്നിട്ട് കുറച്ച് ദിവസമായി അറിയാം, പക്ഷെ ഇതുവരെ ഇട്ടില്ല. ഞാൻ പറഞ്ഞത് യൂത്ത് മീറ്റിങ്ങിനാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നിങ്ങൾക്കും വരണം. റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ നീ ഇടാനുള്ള സൂട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരട്ടെ. ഹല്ലേലൂയ. നീ ഇടാനുള്ള ഷൂ, ഹല്ലേലൂയ, സ്തോത്രം, അത് ബെൽജിയത്തിൽ നിന്ന് വരട്ടെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ട ഡ്രസ്, ഹല്ലേലൂയ, ഞാൻ വീണ്ടും പറയാം, അതുപോലെ കർത്താവ് രാജ്യങ്ങൾ നിനക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയാണ്. രാജാക്കന്മാർ നിന്റെ കൂടെ ഇരിക്കാൻ അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന രീതിയിൽ ദൈവാത്മാവിന്റെ കൂടെ നടന്നോ, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നോ, നിന്റെ കൂടെ നിരിക്കാൻ രാജാക്കന്മാർ അപ്പോയിന്റ്മെന്റ് ചോദിക്കും. പ്രസിഡന്റുമാരും ഫ്ലൈറ്റ് വിടും നിന്റെ കൂടെ വരാൻ. ഒതുങ്ങിപ്പോകരുത്, വിശാലമായിട്ട് ചെന്ന് ചിന്തിക്കണം. ചെന്നിട്ട് അവന് സ്വന്തം ചെയ്താട്ടെ. ഒന്നൊക്കെ സ്വന്തമായിട്ടൊരു ജില്ല പോലും ഇല്ല. സ്വത്രം. ഹല്ലേലൂയ. നമ്മുടെ പല ചർച്ചിലെ മീറ്റിങ്ങിനും ഹൗസ് മീറ്റിങ്ങിന്റെ എണ്ണം പോലും ഇല്ല. ഹല്ലേലൂയ. എല്ലാ സഭയിലേയും കൂടെ എണ്ണം കൂട്ടിയാൽ പോലും ഒരു മെയിൻ ചർച്ചിന്റെ എണ്ണമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന വൈക്കത്തെയാണ് കർത്താവ് ലോകത്തെ മുഴുവൻ പ്രസിദ്ധമാണ്. കഴിഞ്ഞ VBSൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കിട്ടിയ പാട്ടുകൾ മുഴുവൻ ലോക രാജ്യത്തിലെ ഐറിഷും UK-യിലെ പിള്ളേർ പാടിയെങ്കിൽ, കാനഡയിൽ പിള്ളേർ പാടിയെങ്കിൽ, വീണ്ടും ഞാൻ പറയാം, നിന്റെ സ്ഥലമോ നിന്റെ സാഹചര്യമോ നിന്നെ ഇടുക്കി കളയരുത്. നിന്റെ അകത്തിരിക്കുന്നതിന്റെ വിശാലത, അകത്തിരിക്കുന്നതിന്റെ വിശാലത. അല്ലേ? പുറത്തെ സാഹചര്യം നോക്കി അകത്തിരിക്കുന്ന ധനം കാണാതെ പോകരുത്. അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ അപ്രമേയ ധനമാണ്. അൺറീച്ചബിൾ, അൺസേർച്ചബിൾ റിച്ചസ്. ഹല്ലേലൂയ. ആമേൻ. മീറ്റിംഗ് തുടങ്ങി വരുന്നേ ഉള്ളൂ. ചേർന്നവരെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ചുരുങ്ങിയ നാളുകൾ, ഇത്രയും കർത്താവിന് ചുരുങ്ങിയ നാളുകൾ ചെയ്യാമെങ്കിൽ, ഞാൻ ഇന്ന് ബെന്നി പറഞ്ഞ പോലെ വീണ്ടും തളർത്ത് വരുന്നതാകട്ടെ. വീണ്ടും കർത്താവ് തളർക്കാൻ പോകും. കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്ത് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹോസ്റ്റൽ എന്നോട് നേരെ നോക്കി തൂത് പറയാ, ഇവിടെ വന്നത് വെറുതെ അല്ല, വീണ്ടും തളർത്തും മൂത്തെടുത്തും. വിട്ടുകൊടുക്കരുത്, 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 വിട്ടുകൊടുക്കരുത്. പുറകോട്ട് പോകരുത്. നിന്റെ അടുത്ത ചുവടിൽ നിന്റെ അത്ഭുതമുണ്ട്. അടുത്ത ചുവടിൽ നീ ആശിക്കുന്നത് അത് ഉറപ്പാ. വിശ്വാസം ആശിക്കുന്നതിന് ഉറപ്പാ. ഹല്ലേലൂയ. സ്വപ്നം കണ്ടിട്ട് പോകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, അത് അനുഭവിക്കാൻ. ആമേൻ. കണ്ടടയ്ക്കാം. നമുക്ക് നിമിഷം നമ്മൾ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ്. ഇന്നൊരു വലിയ ദർശനം നിങ്ങളുടെ അകത്തോട്ട് തരും. നമ്മുടെ ഇന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ വന്ന വീടിന്റെ അവസ്ഥ മോശമായിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് നിനക്ക് വേണ്ടതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. ഡോണ്ട് കോംപ്രമൈസ്. കാണുന്നതിനെ വിശ്വസിക്കരുത്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. അതിനെ തന്നെ നീ നോക്കിക്കൊണ്ടിരിക്കും. നാമോ കാണുന്നതിനെയല്ല, കാണാത്തതിനെ, നീ ആശിക്കുന്നതിനെ നോക്കിക്കൊണ്ടേയിരുന്നേ. നീ കാണുന്നതിനെ പിശാച് നിന്നെ ബലമായിട്ട് നിന്റെ സാഹചര്യത്തിലേക്ക് തല താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് നീ ആശിക്കുന്നതിനെ കാണാൻ തുടങ്ങിക്കേ. കാണുന്ന അന്ന് ഇല്ലായ്മയല്ല, ആശിക്കുന്ന ഉറപ്പാ, ഉറപ്പാ, ഉറപ്പാ. കാരണം എന്റെ ആശയെ പൂർത്തിയാക്കുന്നവൻ, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ സാധിക്കും. യേശുവിനെ പിതാവെ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ ഓരോ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഇന്ന് പരാജയപ്പെട്ടവരെ പോലെ ജയാളികളായിട്ട് തല ഉയർത്തി സിംഹത്തെ പോലെ അവരുടെ സാഹചര്യങ്ങളെ മെതിക്കുന്നവരായി നടക്കാൻ അവരുടെ സഹായിക്കും. എല്ലാ നന്മകളാലും നിറയ്ക്കണം. കർത്താവെ സ്വന്തം ദൈവസ്മാരെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ചെന്നത്താവിന് സ്വന്തം ചെയ്യും. അതുപോലെ തന്നെ സ്വന്തം നമ്മുടെ മധ്യത്തിൽ ഒരു ബ്രദർ ആദ്യമായിട്ട് അല്ലേ, സതീഷ് ബ്രദർ കൈവെക്കാമോ? സ്തോത്രം. വേറെ സതീഷ് വേണ്ടി പ്രാർത്ഥന. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഇന്ന് ആദ്യമായിട്ട് വന്നവരുണ്ടോ? ഇന്ന് മീറ്റിങ്ങിൽ ആദ്യമായിട്ട് വന്ന് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അമ്മോളും ആദ്യമായിട്ട് വരുവാണ്. ഓക്കെ. സ്തോത്രം. മോക്ക് വേണ്ടി മോടെ അവരെ അടുത്ത ഒരാൾ നിന്ന് കൈവച്ച്
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സജീവം മുമ്പോട്ട് വന്ന് പുതുതായിട്ട് വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് പ്രിയ മക്കളെ പരിശുദ്ധാത്മാവാണല്ലോ ഇവിടെ അയച്ചത്. ഇന്ന് ഓരോ പ്രവചനവും കർത്താവെ, അങ്ങ് പ്രിയ മക്കളോട് സംസാരിച്ച ഓരോ വാക്കുകളും ഇന്ന് കടന്നു വന്ന പ്രിയ മക്കളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്റെ മക്കളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ. കർത്താവെ, ആ പ്രിയ മക്കളിവിടെ വന്നത് കർത്താവെ എന്തിനാണെന്ന് ദേശവും പട്ടണവും പറയത്തക്ക രീതിയിൽ അങ്ങയുടെ മഹത്വം തന്റെ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. സകല നന്മ കൊണ്ട് നിറച്ചതിന് നന്ദി. ക്രിസ്തു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ഓർക്കാം. തങ്കൂറുകാര് താൻ ആദ്യമായിട്ട് മീറ്റിങ്ങിന് പോയി. അന്ന് പോകുന്ന സൗകര്യമൊന്നും കിട്ടിയില്ല. പക്ഷേ അന്ന് കർത്താവിൻ്റെ അകത്തുള്ളിൽ കർത്താവ് ഉറപ്പ് കൊടുത്തു. പിന്നെയും ആ വീട്ടിൽ കിടക്കുമ്പോഴും ആ ബെഡെ കിടക്കുക. അത് ഈ മാസങ്ങൾ കഴിഞ്ഞ് ഇറങ്ങി ആ ബെഡെ കിടക്കുമ്പോൾ തകർന്നു വന്ന് പിശാചി ബലമായിട്ട് ചിലർ കാണിക്കാൻ തുടങ്ങുക. എന്താ ഇതൊന്നും നടക്കാൻ പോകും. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് തങ്കൂറുകാർ കാണാൻ തുടങ്ങി ലോകങ്ങളെ ശുശ്രൂഷിക്കും. ഞാൻ വീണ്ടും പറയാം, സാഹചര്യം നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് കാണരുത്. മറ്റുള്ളവർ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് കാണരുത്. കർത്താവ് നിങ്ങളെ കാണുന്ന രീതി കാണാം. ഞാൻ വീണ്ടും പറയാം, പൈസ ഇല്ലാത്തവരല്ല ദരിദ്രൻ, ദർശനം ഇല്ലാത്തവരാണ്. സ്വർഗീയത്തിൽ നിന്ന് ഇവിടെ വരെ വന്നത് പൈസ കൊണ്ടല്ല, അകത്തെ ദർശനം ഉണ്ടാകും. നിങ്ങളുടെ അകത്തൊരു ദർശനം ഉണ്ടാകും. വീണ്ടും പറയാം, ആ ദർശനം നിങ്ങളുടെ വീട് കൊണ്ട് ഒതുങ്ങരുത്. അല്ല, കർത്താവിനോട് കൈവെക്കാവുന്ന ദർശനം. ഇന്ന് ഓർത്തോണം, ഇവിടുന്ന് മടങ്ങുമ്പോൾ എനിക്കറിയാം അനേകരുടെ അകത്തൊരു ചിത്രം കേട്ടോ. അല്ലെങ്കിൽ ആ ചിത്രം കർത്താവ് ഇങ്ങനെ ഒരു പസിൽ ഗെയിം പോലെ ഓരോന്നായിട്ട് ആഡഡ് ആയിക്കോട്ടെ. ഓരോ ദിവസവും അതിങ്ങനെ അവസാനം അത് പൂർണ്ണ ചിത്രമായിട്ട്. ഹല്ലേലൂയ, ആമേൻ. എത്രയൊക്കെ സന്തോഷമുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി ഒത്തിരി കാര്യമൊക്കെ പറയാനുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പിന്നീട് പറയാം. ഇന്ന് പ്രത്യേകിച്ച് ബ്ലോസം ഫ്ലെയിംസിനെയും ഒക്കെ അഭിനന്ദിക്കുന്നു. വളരെ മനോഹരമായ വർഷിപ്പ് അവർ ചെയ്തു. കാണാതെ കിടന്ന മുത്തുകളായിരുന്നു അവരെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. പലപ്പോഴും സഭയിലൊക്കെ പുറകിൽ നിന്നവരെ, പക്ഷെ ഇന്ന് എത്ര മനോഹരമായിട്ട് അവരെ ശുശ്രൂഷിച്ചത്. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാത്സല്യവും സാന്നിധ്യ ശ്വാസം കൂട്ടാങ്ങി നാം ഓരോരുത്തരും കർത്താവിൽ നമ്മളെ വഴി നടത്തപ്പെടുന്ന ദൈവാസന്മാരോട് കർത്താവിന്റെ പട്ടണമാകുന്ന യെരൂശലേമിന്റെ സമാധാനത്തിൽ ഇസ്രായേൽ ജനതയോടും സകല രാജ്യങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമാണ് ഇന്ത്യയോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവായ ജയന്ത പിതാവിനെ ആർത്തു വിളിച്ച് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവ് യേശു. ഒരു കാര്യം എടുത്ത് പറയട്ടെ, 26-ാം തീയതി സ്പെഷ്യൽ അന്ന് വിഷൻ കാസ്റ്റിംഗ്, ദർശനത്തിന്റെ കാസ്റ്റിംഗ് ഉണ്ട്. ആരും അത് മിസ് ചെയ്തത്. നമുക്ക് പേരൻസിനോട് വരാൻ പറ്റും. അതുകൊണ്ട് പേരൻസ് പ്ലാൻ ചെയ്യണം. എനിക്കറിയാം ഫൈനാൻഷ്യലായിട്ടൊരു ചലഞ്ച് ഉണ്ടായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾക്ക് അങ്ങനെ